നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ജോഗ്രഫിയുടെ PYQന്റെ 2 പാർട്ട് കണ്ടതാണ്. നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് മാപ്പിംഗ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. അതായത് ജോഗ്രഫിയിൽ ഗ്രൂപ്പ് ഡിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ മാപ്പിംഗ് ആണ്. അതിൽ തന്നെ 2 തരം ഏരിയാസ് മാപ്പിംഗിൽ ചോദിക്കാം. മാപ്പിംഗിൽ തന്നെ നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തത്, നമുക്ക് മാപ്പിങ്ങിനെ 2 ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 2 രീതിയിലാണ് മാപ്പിങ്ങിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള മാപ്പിംഗ്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ലൊക്കേഷൻസ് എന്നുള്ള ചോദ്യങ്ങൾ, ബാക്കി മൗണ്ടെയിൻസിന്റെ ചോദ്യങ്ങൾ, ഇന്ത്യയുടെ ഗ്ലോബലി ഇന്ത്യയുടെ എത്രത്തോളം ലാറ്റിറ്റ്യൂഡിലാണ് ഇന്ത്യ ഇരിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിലാണ് ഇന്ത്യ ഇരിക്കുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യം ചോദിക്കാം. ഇന്ത്യ മാപ്പിംഗ് ചോദിക്കാം. അതല്ലാതെ തന്നെ പൊതുവേ പരീക്ഷകൾക്ക്, ഗ്രൂപ്പ് ഡിക്ക് ആയാലും ഏത് പരീക്ഷയാണെങ്കിലും പൊതുവേ വേൾഡ് ജോഗ്രഫിയിൽ നിന്നും അല്ലെങ്കിൽ വേൾഡ് മാപ്പിംഗിൽ നിന്നും ചോദ്യങ്ങൾ കാണാറുണ്ട്. പൊതുവേ കുറവാണെങ്കിലും ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ നമ്മൾ ആദ്യം ഇന്ത്യൻ മാപ്പിംഗിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ കാണും, അതിനുശേഷം വേൾഡ് മാപ്പിങ്ങിന് കുറച്ച് ചോദ്യങ്ങളും കാണും. ഓക്കെ, ഈ സെഷന്റെ ഉദ്ദേശം അതാണ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ജോഗ്രഫി മാപ്പിംഗിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക. ഓക്കെ, അതാണ് ഇതിന്റെ ഉദ്ദേശം. സോ നമുക്ക് നേരെ കിടക്കാം, ഇന്ത്യ മാപ്പിംഗിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡാഷ് ഈസ് ദ മെറിഡിയൻ ഓൺ വിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ബേസ്ഡ്. ഓക്കെ, നമുക്കറിയാം എല്ലാ രാജ്യത്തിനും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടാകും. അങ്ങനെ ഇന്ത്യക്കും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്. ചില രാജ്യങ്ങൾക്ക് ഒരെണ്ണമാവാം, ചില രാജ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതലാവാം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഏത് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഏത് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് 82 ആണോ, 81 ആണോ, 84 ആണോ, 83 ആണോ എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, 80 എത്രയോ അരയാണ്, അതും ഈസ്റ്റ് ആണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് ഏറെക്കുറെ അറിയാം. സോ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളത് ഉത്തരം അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82 ഡിഗ്രിയും 30 മിനിറ്റുമാണ് ഈസ്റ്റിലേക്ക്. ഓക്കെ, സോ ഇന്ത്യയുടെ എത്രയാണ്? 82.5 ഈസ്റ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. 82.5 ഈസ്റ്റ്. ഓക്കെ, ഇനി മിർസാപൂർ എന്ന് പറയുന്ന UPയിലുള്ള മിർസാപൂരിലാണ് ഇതിന്റെ നമ്മുടെ ലാബ് ഇരിക്കുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കുന്ന ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമിന്റെ ക്ലോക്ക് ടവർ മിർസാപൂർ ക്ലോക്ക് ടവർ ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വാസ് അഡോപ്റ്റഡ് ഇൻ January 1, 1906 during British era. Indian standard time is calculated from the reference longitude of IST 82 point അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റിലാണ് പാസിംഗ് ത്രൂ മിർസാപൂർ ക്ലോക്ക് ടവർ. UPയിലെ മിർസാപൂരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കണക്കാക്കുന്നത്. അതാണ് റെഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പാസ്സാവുന്നത്? UP, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്ര. ഓക്കെ, ആ ഒഡീഷ അല്ലെങ്കിൽ ഒറീസ എന്നുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്നത് എങ്ങനെ കാണാതെ പഠിക്കുക? മോക്ക എന്ന് പറയുന്ന ഒരു കോഡ് ഇട്ട് പഠിക്കുക. MOUCA, മോക്ക. ഓക്കെ, മോക്ക എന്ന് പറയുന്ന ഒരു കോഡ് ഇട്ട് എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് 5 hours 30 minutes ഫ്രം ഗ്രീൻവിച്ച് മീൻ ടൈം. അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് സീറോ ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ, അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മീൻ ടൈമിൽ നിന്ന് 5.5 മണിക്കൂർ വ്യത്യാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എത്ര? 5.5 മണിക്കൂർ വ്യത്യാസത്തിൽ നമ്മൾ ഇരിക്കുന്നത്. നമുക്കറിയാം 15 ഡിഗ്രി തിരിയുമ്പോൾ 1 അവർ മാറ്റവും, അതുപോലെ 4 മിനിറ്റ് 1 ഡിഗ്രി തിരിയുമ്പോൾ 4 മിനിറ്റ് മാറ്റവുമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ 82.5 കിടക്കുന്ന നമുക്ക് ഉണ്ടാവുന്ന മാറ്റം എത്രയാ? പ്രൈം മെറിഡിയനിൽ നിന്ന് 5 അവർ 30 മിനിറ്റ് മാറ്റമാണ് ഉണ്ടാവുന്നത്. സോ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ 5 hours 30 മിനിറ്റ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്സിന്റെ പേര് ചോദിക്കാം. കോഡ് ഇട്ട് പഠിക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? മോക്ക എന്ന് പഠിച്ചു വെച്ചാൽ ഓക്കെ ആണ്. ഏതാണ്? മധ്യപ്രദേശ്, O ഫോർ ഒഡീഷ, U ഫോർ ഉത്തർപ്രദേശ്, C ഫോർ ഛത്തീസ്ഗഡ്, A ഫോർ ആന്ധ്രാപ്രദേശ്. മോക്ക എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഇട്ട് പഠിക്കാം. ഓക്കെ, മോക്ക.
അടുത്തത് അതിന്റെ കൂടെ കുറച്ച് അനുബന്ധമായിട്ടുള്ള വസ്തുതകളും കൂടെ നോക്കി വെക്കുക. ഏരിയ, ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 32 ലക്ഷത്തോളം കിലോമീറ്റർ ആണ്, സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഏരിയ. ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 8 ഡിഗ്രി നോർത്ത്, 8.4 ഡിഗ്രി നോർത്ത്, 37.6 ഡിഗ്രി നോർത്ത് ആണ്. താഴെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റോ 68.7 ഡിഗ്രിയും 97.25 ഡിഗ്രി ഈസ്റ്റുമാണ്. രണ്ടും ഏകദേശം ഏറെക്കുറെ 3000 കിലോമീറ്ററിന്റെ അടുത്താണ്, ഏറെക്കുറെ 3000 കിലോമീറ്ററിന്റെ അടുത്താണ്. അവിടെ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാ നമുക്ക് വീതിയാണോ കൂടുതൽ, നീളമാണോ കൂടുതൽ? നമ്മളൊരു ഈ പറയുന്ന പോലെ റെക്ടാങ്കിൾ ആയിട്ട് ഇന്ത്യനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാ കൂടുതൽ? നീളമാണോ കൂടുതൽ? സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് നീളമാണ് കൂടുതൽ. ഇന്ത്യയുടെ നീളമാണ് കൂടുതൽ. എത്ര? 3200. ഇന്ത്യയുടെ വീതി 2933 ആണ്, 2933 ആണ്. ഓക്കെ, സോ ഇന്ത്യക്ക് ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ആണ് കൂടുതൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റിനേക്കാളും. ഇന്ത്യക്ക് ഈ പറയുന്ന നീളമാണ് കൂടുതൽ വീതിയേക്കാളും. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 300 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരു 300 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് 82 ഡിഗ്രീസ് 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം, പൊസിഷൻ, സൈസിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 7ാം സ്ഥാനത്താണ്. ജോഗ്രഫിക്കൽ ഏരിയ മൊത്തം വേൾഡ് നമ്മൾ 100% ആയിട്ട് കരുതി കഴിഞ്ഞാൽ 2.4% ആണ് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ. ലാൻഡ് ഫ്രണ്ടിയർ, ഓക്കെ, ഇന്ത്യയുടെ ലാൻഡ് ഫ്രണ്ടിയർ, ലാൻഡ് അതിർത്തി എന്ന് പറയുന്നത് 15200 കിലോമീറ്റർ ആണ്. കോസ്റ്റൽ ലാൻഡ്, ഈ കാണുന്ന കോസ്റ്റൽ ഏരിയ, ഇത്രയും കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 7516.6 ആണ്. ഈ ബേസിക് ഫാക്ടിൽ ഗ്രൂപ്പ് ഡിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ഏകദേശം 30 ഡിഗ്രിയാണ്. അതായത് 8.4ഉം 37.6ഉം ഏകദേശം 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ നീളം വരുന്നത്. വീതി വരുന്നതും ഏകദേശം 68.97, അതും ഏകദേശം 30 ഡിഗ്രിയാണ്. സോ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക, അതിൻ്റെ കൂടെ 30 ആഡ് ചെയ്യുക, ഏറെക്കുറെ ഒരു വാല്യൂ കിട്ടും. ഭയങ്കര ഡിഫറൻസ് ഉള്ളതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. കണ്ടോ? എത്ര? 23 ഡിഗ്രി 30 മിനിറ്റ്സിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ, നോർത്തിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് എർത്ത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവിടെ ഉള്ളത് നോർത്ത്, ഇത് ഈസ്റ്റ്. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ വേൾഡ് മാപ്പില് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലുമാണ്. എവിടെ? ഈസ്റ്റേണിലുമാണ്. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ നോർത്തിലാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഈസ്റ്റിലാണ്. ഇത് ഈസ്റ്റിലാണ്, ഇത് നോർത്തിലാണ്. ഇവിടെ ആയിട്ട് വരും ഇന്ത്യ നോർത്ത് ഈസ്റ്റ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ വരും? നോർത്ത് ഈസ്റ്റേൺ. ഇന്ത്യ നോർത്ത് ഈസ്റ്റേൺ ആയിട്ട് വരും. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ട് ഈ മാപ്പ് എടുത്ത് നോക്കുക. മാപ്പില് ഇക്വേറ്റർ ഇവിടെ ഉണ്ടാവും. ഇക്വേറ്ററിന്റെ മുകളിലാണ് ഇന്ത്യ. ഏകദേശം 8 തുടങ്ങി 37 വരെ നമ്മൾ പറഞ്ഞു, 8ലാണ്. അതും ഈസ്റ്റ് ആണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. സോ ഇന്ത്യ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും മാപ്പിന്റെ. സോ അത് നോർത്തും ആണ് ഈസ്റ്റും ആണ്. ആ സമയത്ത് US എവിടെ വരുന്നു? നോർത്ത് വെസ്റ്റ്. സൗത്ത് അമേരിക്ക എവിടെ വരുന്നു? സൗത്ത് വെസ്റ്റിൽ വരുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലൂടെ പാസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്. കണ്ടോ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാള്, ത്രിപുര, അതുപോലെ മിസോറാം. ഓക്കെ, മിസോറാം, ത്രിപുര. ഇത് നമുക്കൊരു കോഡ് ഇട്ട് പഠിക്കാൻ പറ്റും. എന്താ? രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര എന്ന് നമുക്ക് രഘുമച്ചജ പമിത്രി എന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റും. രഘുമച്ചജ പമിത്രി എന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഡ് ഇട്ട് പഠിക്കുക. രഘുമച്ചജ് എന്ന് പറഞ്ഞ രാജസ്ഥാൻ. ഓക്കെ, പിന്നെ ഗുജറാത്ത്, മധ്യപ്രദേശ്, അങ്ങനെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം, ത്രിപുര ഒരു കോഡ് ഇട്ട് പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പരീക്ഷയ്ക്ക് മറന്നു പോകരുത്. ഇന്ത്യ ഈസ് ഡാഷ് ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന്, ഇക്വേറ്റർ 0 ഡിഗ്രിയാണ്. നോർത്തും സൗത്ത് എന്ന് പറയാൻ പറ്റില്ല, 0 ഡിഗ്രിയാണ് തുടങ്ങുന്ന സ്ഥലം. ഇന്ത്യ നമ്മൾ പറഞ്ഞു 8ൽ നിന്നാണ് തുടങ്ങുന്നത്, 8.7ൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഏതില്? നോർത്തില്. സോ ഇക്വേറ്ററിൽ നിന്ന് എത്ര ഡിഗ്രി മാറി ഇന്ത്യ കിടക്കുന്നത്? 8 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞു എത്രയാണ്? നമ്മളോട് പറഞ്ഞു കണ്ടോ 8.4 ആണ്, 8.7 അല്ല, 8.4 ആണ്. ഓക്കെ, 8.4 ആണ്. സോ ഇന്ത്യ 8 ഡിഗ്രിയാണ് മാറി കിടക്കുന്നത്. എത്ര ഡിഗ്രി നോർത്തിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഇനി എത്ര ഡിഗ്രി ഈസ്റ്റിലാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും?
68.7 ഡിഗ്രി ഈസ്റ്റിലാണുള്ളതെന്ന് പറയും. ഓക്കെ, ഇതാണ് ചോദ്യം. സോ അതിന്റെ ആൻസർ 8 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഇസ് വൺ ഓഫ് ദ ഇന്ത്യാസ് നെയ്ബർ? ഇന്ത്യയുടെ നെയ്ബർ, അയൽ രാജ്യം ഇതിനകത്ത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യക്കും ഇറാനുമായിട്ട് ബോർഡർ ഇല്ല, ഇന്ത്യക്കും ബ്രസീലിനുമായിട്ട് ബോർഡർ ഇല്ല, ഇന്ത്യക്കും US-നുമായിട്ട് ബോർഡർ ഇല്ല, ഇന്ത്യക്കും ബംഗ്ലാദേശിനും ബോർഡർ ഉണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്കും ബംഗ്ലാദേശ്, ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ട്, ഇന്ത്യക്ക് ഇതാ ഇവിടെ കുറച്ച് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ട്, ചൈനയുമായിട്ട് ബോർഡർ ഉണ്ട്, നേപ്പാളുമായിട്ട് ബോർഡർ ഉണ്ട്, ഭൂട്ടാനായിട്ട് ബോർഡർ ഉണ്ട്, ബംഗ്ലാദേശായിട്ട് ബോർഡർ ഉണ്ട്, മ്യാൻമറുമായിട്ട് കുറച്ച് ബോർഡർ ഉണ്ട്. ഓക്കെ, സോ ഇന്ത്യക്ക് ബോർഡർ ആരൊക്കെ തമ്മിലാണ് ഉള്ളത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ ബോർഡർ ബംഗ്ലാദേശുമായിട്ട്, രണ്ടാമത് ചൈന, മൂന്നാമത് പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ടും ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ട്. ഇനി സീ ബോർഡർ ഉള്ളത് ആരൊക്കെയാ? മാൽഡീവ്സും ശ്രീലങ്കയുമായിട്ട് ഇന്ത്യക്ക് സീ ബോർഡർ ഉണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയുടെ സീ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പഠിക്കാം? ബച്പൻ ബംഗ്ലാദേശ്, CH for China, P for Pakistan, N for Nepal, M for Myanmar, B for Bhutan, A for Afghanistan. ഇതേ ഓർഡറിൽ ബച്പൻ MBA എന്നുള്ളൊരു കോഡ് ഇട്ട് നമുക്ക് പഠിക്കാം. ബച്പൻ MBA എന്ന് പറയുന്ന കോഡ് ഇട്ട് പഠിക്കാം. ഓക്കെ, സോ ഇനി രാജ്യങ്ങൾ നോക്കാം. ബംഗ്ലാദേശിന് 5 സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. നമ്മുടെ ചൈന എന്ന് പറയുന്ന 4 സംസ്ഥാനവും 1 UT. ഏതാ? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്ന സംസ്ഥാനങ്ങളും ലഡാക്ക് എന്ന് പറയുന്ന ഒരു UT-യുമായിട്ടാണ് ബോർഡർ പങ്കിടുന്നത്. പാകിസ്ഥാനും 4+1 ആണ്. ഏതാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ പ്ലസ് ലഡാക്ക് എന്ന് വിളിക്കുന്ന UT. ഓക്കെ, അടുത്തത് നേപ്പാള്, ഏതൊക്കെയാ? ബീഹാർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, സിക്കിം, വെസ്റ്റ് ബംഗാൾ. മ്യാൻമർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. വെസ്റ്റ് ബംഗാളും സിക്കിമും അരുണാചലും ആസാമുമാണ് ഭൂട്ടാനുമായിട്ടുള്ള ബോർഡർ. അഫ്ഗാനിസ്ഥാനുമായിട്ട് ആകെ ലഡാക്കിന് മാത്രമേ ബോർഡർ ഉള്ളൂ. സോ ഈ ബോർഡർ സ്റ്റേറ്റ്സിന്റെയും ഒരു ധാരണ നിങ്ങൾക്ക് വേണം, എന്നാൽ മാത്രമേ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, അതായത് നമുക്ക് ഇനി ഇവിടെ ഇത് നോക്കാം, ബൗണ്ടറി നോക്കാം. ഇന്ത്യ പാക് ബൗണ്ടറിനെ വിളിക്കുന്ന പേരെന്താ? ഇന്ത്യ പാക് ബൗണ്ടറിനെ വിളിക്കുന്ന പേര് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. എന്താണ്? ഈ ചുവന്ന വരേനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാഡ്ക്ലിഫ് ലൈൻ. അടുത്തത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ലൈൻ ഏതാ? ഇന്ത്യ ബംഗ്ലാ ലൈൻ. കാര്യം ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പഴയ പാകിസ്ഥാന്റെ ഒരു പാർട്ടായിരുന്നു. സോ ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യ ബംഗ്ലയ്ക്കും ഒരൊറ്റ ലൈനാണ്. അതാണ് ഏത്? റാഡ്ക്ലിഫ് ലൈൻ. സോ ഈ ചുവന്നത് റെഡ് ആയിട്ട് കാണിക്കുന്ന ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യ ബംഗ്ലാദേശും രണ്ടും എന്താണ്? ഈ റെഡ് കളർ കാണിക്കുന്ന രണ്ടും റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഓക്കെ, അതിനുശേഷം ഇന്ത്യയും വേറൊരു രാജ്യവുമായിട്ടൊരു ലൈൻ ഉണ്ട്. ഏതാണ്? മക്മോഹൻ ലൈൻ. ഓക്കെ, ഏകദേശം ഈ ഭാഗത്തായിട്ട് വരുന്ന ഈ പിങ്ക് കളർ ലൈനാണ്. അത് ആരായിട്ടാണ്? ഇന്ത്യയും ചൈനയുമായിട്ടുള്ളതാണ്. മക്മോഹൻ ലൈൻ. അടുത്ത ദൂരന്ത് ലൈൻ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളതാണ് ദൂരന്ത് ലൈൻ. ഓക്കെ, സോ ഇത്രയാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ 2 യുദ്ധങ്ങൾ വന്നപ്പോൾ നമ്മൾ 2 ലൈൻ ഓഫ് കൺട്രോൾ വരച്ചിട്ടുണ്ട്. അതായത് വെടിനിർത്തൽ അഗ്രിമെന്റ് നടത്തും. അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ വാറിൽ വന്നു, അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിന് ശേഷം ആ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നൊരു അഗ്രിമെന്റ് ഒപ്പിടും. വെടിനിർത്തൽ കരാർ എന്ന് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ വെടിനിർത്തൽ കരാറിൽ ഇവർ എവിടം വരെ കയറി പിടിച്ചോ അവിടെ വെച്ചിട്ട് ഒരു വര വരയ്ക്കും. അത് മറ്റേ രാജ്യത്തിന്റെ അധീനതയിലും ഇത് ഈ രാജ്യത്തിന്റെ അധീനതയിലും. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വാർ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലൈൻ വന്നു, ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യ ചൈന വാറിന് ശേഷം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അങ്ങനെ 2 ലൈൻസ് ആണ് ഉള്ളത്. സോ നമ്മൾ പറഞ്ഞത് എന്താ? റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ, അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ്. 1947 റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിഷ്യൻ വരച്ചതാണ്. ദുരന്ത് ലൈൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഇടയിലുള്ള ഒരു ഹിസ്റ്റോറിക് ലൈനാണ്. മക്മോഹൻ ലൈൻ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിനും ചൈനയിലെ ടിബറ്റിനും ഇടയിലുള്ള ഒരു ബൗണ്ടറിയാണ്. ഭൂട്ടാൻ ചൈന റീജിയനിലാണ് മെയിൻ ആയിട്ടുള്ളത്. LAC എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇൻഡോ-സീനോ വാർ അല്ലെങ്കിൽ ഇന്ത്യ ചൈന വാർ 1962 ഇന്ത്യ പരാജയപ്പെട്ട ഒരു വാറാണ് ചൈനയുമായിട്ട്. ആ വാറിന്റെ സമയത്ത് വരച്ചതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ.
ഇനി ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഷിംല അഗ്രിമെന്റ് 1971 വാറ് ഷിംല അഗ്രിമെന്റിന്റെ സമയത്ത് 1972 ഷിംല അഗ്രിമെന്റ് സമയത്ത് വരച്ച ഒരു ബോർഡർ ലൈൻ പോലെയുള്ള ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ആണ്. അതിനപ്പുറമായിട്ട് ഇപ്പൊ നമ്മൾ POK എന്ന് വിളിക്കുക, പാക് ഒക്കുപ്പൈഡ് കശ്മീർ. ഇന്ത്യൻ ഒക്കുപ്പൈഡ് കശ്മീരും പാക് ഒക്കുപ്പൈഡ് കശ്മീരും. പാക് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള മാരിടൈം ബൗണ്ടറി ആണ്. ഇന്ത്യക്കും ശ്രീലങ്ക ഈ ഏരിയ ആണ് ഇത് പാക് സ്ട്രൈറ്റ്. പാകിസ്ഥാന്റെ പാൽക്കല്ല, ഇത് പാൽക്ക് സ്ട്രൈറ്റ് ആണ്. ഓക്കെ, പാക് സ്ട്രൈറ്റ്. സോ ഇത്രയും ബൗണ്ടറീസ് ഒന്ന് ഓർത്തിരിക്കുക. സോ ചോദ്യം ചോദിക്കാൻ പോകുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് വൺ ഓഫ് ദ ഇന്ത്യസ് നെയ്ബർ? ഏതാണ്? ബംഗ്ലാദേശ്. ആ നെയ്ബറിന്റെ അടുത്ത കൊട്ടം ചോദിക്കാൻ പോകുന്നത് അതായിട്ടുള്ള അതിർത്തിയുടെ പേരെന്താ? റാഡ്ക്ലിഫ് ലൈൻ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്തത് മക്മോഹൻ ലൈൻ ഇസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഏത് രാജ്യം? മക്മോഹൻ ലൈൻ ആരൊക്കെ തമ്മിലാ? ഇന്ത്യയും ചൈനയും തമ്മിൽ. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് പ്ലസ് ടിബറ്റിന്റെ ഏരിയയും, അതായത് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശും ചൈനയുടെ ടിബറ്റും തമ്മിലുള്ള ബൗണ്ടറിയാണ് ഇത് മക്മോഹൻ ലൈൻ. അടുത്തത് ഡാഷ് ഈസ് ഈസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് ദ നെയ്ബർ കൺട്രി. ഈസ്റ്റിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്ക് ചെറുതായിട്ടൊരു ത്രികോണം പോലെ തൽക്കാലം വിചാരിക്കാം. ഇന്ത്യയുടെ ഈസ്റ്റ് ഇത് വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇന്ത്യയുടെ ഈസ്റ്റിലുള്ള നെയ്ബർ ആരാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ഈസ്റ്റിലുള്ള നെയ്ബർ ബംഗ്ലാദേശ്. നോർത്ത് ഭാഗത്തുള്ള നെയ്ബറിൽ ആരൊക്കെയാ? നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ചൈനയുണ്ട്. വെസ്റ്റിലുള്ള നെയ്ബർ ആരാ? പാകിസ്ഥാൻ. സൗത്തിലുള്ള നെയ്ബർ ആരാ? ശ്രീലങ്ക. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ബംഗ്ലാദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഷെയർസ് ബോർഡർ വിത്ത് ഭൂട്ടാൻ? നമ്മൾ നേരത്തെ സ്റ്റേറ്റ് നോക്കി എന്താണെന്ന് മനസ്സിലായോ? ഭൂട്ടാനുമായിട്ട് ബോർഡർ ഉള്ളത് ആർക്കാണ്? മേഘാലയ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനുണ്ടോ? അതോ അരുണാചൽ, നാഗാലാൻഡ്, മണിപ്പൂർ, ഇവരിൽ ആർക്കാണുള്ളത്? ഓക്കെ, നമുക്ക് നോക്കാം. ആ ഒരു ഇമേജ് നോക്കിക്കോളൂ. ഭൂട്ടാനിന് വെസ്റ്റ് ബംഗാള്, സിക്കിം, അരുണാചൽ, ആസാം. നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള മണിപ്പൂർ, മിസോ, അതുപോലെ നാഗ. മണിപ്പൂര്, മിസോ, നാഗ, ഇവര് 3 പേരുമായിട്ട് ഭൂട്ടാനിന് ബോർഡർ ഇല്ല. ഭൂട്ടാന്റെ നോർത്ത് ഈസ്റ്റിൽ ബോർഡർ ഉള്ള ആരൊക്കെയായിട്ടാ? സിക്കിം, അരുണാചല്, ആസാം. ആരൊക്കെ? സിക്കിം, അരുണാചല്, ആസാം. സോ മേഘാലയായിട്ട് ബോർഡർ ഇല്ല, മണിപ്പൂരായിട്ട് ബോർഡർ, നാഗാലാൻഡായിട്ട് ബോർഡർ ഇല്ല, മണിപ്പൂരായിട്ട് ബോർഡർ ഇല്ല, അതുപോലെ മിസോറാമുമായിട്ടും ബോർഡർ ഇല്ല. പിന്നെ ബോർഡർ ഉള്ളത് അരുണാചൽ പ്ലസ് ആസാം പ്ലസ് വെസ്റ്റ് ബംഗാൾ, ഓക്കെ, പ്ലസ് സിക്കിം. ഇത്രയും പേരുമായിട്ടാണ് ബോർഡർ ഉള്ളത്. ഓക്കെ, ദാ വെസ്റ്റ് ബംഗാൾ, സിക്കിം, അരുണാചൽ, ആസാം. മിസോ, നാഗ, മേഘ, അതുപോലെ തന്നെ മണിപ്പൂർ, ഇവരായിട്ടൊന്നും ബോർഡർ ഇല്ല. മണിപ്പൂരിനും മിസോറാമിനും നാഗാലാൻഡിനും ഒക്കെ ബോർഡർ ഉള്ളത് മ്യാൻമറുമായിട്ടാണ്. ഓക്കെ, സോ ഇത് നമുക്കൊരു കോഡ് ഇട്ട് പഠിച്ചു, ബച്പൻ NBA അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു ഓർഡർ കിട്ടും. ഇത് നമുക്ക് കാണാതെ പഠിക്കാതെ രക്ഷയില്ല. ഓക്കെ, ഇനി നോക്കിക്കോ, നിങ്ങൾ ഏകദേശം ഐഡിയക്ക് വേണ്ടി നോക്കിക്കോ. ബംഗ്ലാദേശിന് മേഘാലയമായിട്ട് ബോർഡർ ഉണ്ട്, ത്രിപുരയുമായിട്ട് ബോർഡർ ഉണ്ട്, മിസോറാമുമായിട്ട് ബോർഡർ ഉണ്ട്. ആ സമയത്ത് ഭൂട്ടാൻ നോക്കുക. ഭൂട്ടാൻ ദാ ഈ പറയുന്ന രാജ്യമാണ്. ഭൂട്ടാൻ ആരുമായിട്ടാണ് ബോർഡർ ഉള്ളത്? നോക്കുക, അതാ സിക്കിമുമായിട്ട് ബോർഡർ ഉണ്ട്. ഈ ഭാഗത്ത് വെസ്റ്റ് ബംഗാളുമായിട്ട് ബോർഡർ ഉണ്ട്, ആസാമുമായിട്ട് ബോർഡർ ഉണ്ട്, അരുണാചലായിട്ട് ബോർഡർ ഉണ്ട്. ബാക്കി ഈ രാജ്യങ്ങൾ നാഗ, മണി, മിസോ, ത്രിപുരയായിട്ട് ബോർഡർ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ഇപ്പുറം നോക്കുക, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ, ലഡാക്ക്, ഇത്രയും പേർക്കാണ് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഉള്ളത്. ഇങ്ങനെയാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോലെ ആ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഭൂട്ടാനുമായിട്ട് ബോർഡർ ഉള്ളത് ആർക്കാണ്? അരുണാചലിന്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡസ് നോട്ട് ഷെയർ ഇറ്റ്സ് ബോർഡർ വിത്ത് ബംഗ്ലാദേശ്? നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ, മേഘാലയക്കുണ്ട്, വെസ്റ്റ് ബംഗാളിനുണ്ട്, ത്രിപുരയ്ക്കുണ്ട്, ജാർഖണ്ഡിനുണ്ടോ? അവിടെയാണ് ഈ ടേബിൾ വരുന്നത്, അവിടെയാണ് ഈ ഇമേജ് വരുന്നത്. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ദാ ഈ കാണുന്നതാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിന്റെ മുകളിൽ സിക്കിം. സോ ഫസ്റ്റ് ആള് സിക്കിം ആയിട്ടുണ്ട്. രണ്ടാമത്തത് ബീഹാറുമായിട്ടുണ്ട്. മൂന്നാമത്തത് ജാർഖണ്ഡുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. നാലാമത്തെ ആള് ഒഡീഷ. കണ്ടോ, ഈ ഭാഗത്ത് ഒഡീഷയുമായിട്ട്
ബോർഡർ പങ്കിടുന്നുണ്ട്. മുകളില് ആസാമുമായിട്ട് ബോർഡർ ഉണ്ട്. ഇനി അരുണാചലായിട്ട് ബോർഡർ ഇല്ല, മേഘാലയായിട്ട് ബോർഡർ ഇല്ല, ത്രിപുരയായിട്ട് ബോർഡർ ഇല്ല, മിസോറാം, നാഗാലാൻഡ് ബോർഡർ ഇല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ വരുന്നത് ത്രിപുരയുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ല, ബാക്കി എല്ലാവരുമായിട്ട് ബോർഡർ ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡസ് നോട്ട് ഷെയർ ആണ്. ഇതിന്റെ ഉത്തരം ത്രിപുര. ത്രിപുരയുമായിട്ട് ആർക്ക് ബോർഡർ ഇല്ല? ആർക്ക് ബോർഡർ ഇല്ല? നമ്മുടെ വെസ്റ്റ് ബംഗാളിന് ബോർഡർ ഇല്ല. വെസ്റ്റ് ബംഗാളിന് ആസാമും സിക്കിമുമായിട്ട് മാത്രമേ നോർത്ത് ഈസ്റ്റിൽ ബോർഡർ ഉള്ളൂ. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡസ് നോട്ട് ഷെയർ ബോർഡർ വിത്ത് പാകിസ്ഥാൻ? പാകിസ്ഥാനുമായിട്ട് പഞ്ചാബിന് ബോർഡർ ഉണ്ടോ, ഗുജറാത്തിനുണ്ടോ, ഹരിയാനയ്ക്കുണ്ടോ, രാജസ്ഥാനുണ്ടോ? നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ആരൊക്കെയാണ്? ഗുജറാത്തിനുണ്ട്, രാജസ്ഥാനുണ്ട്, ഹരിയാനയ്ക്ക് ബോർഡർ ഇല്ല. ഹരിയാനയ്ക്ക് ബോർഡർ ഇല്ല. ഹരിയാനയിലെ ആൾക്കാർക്ക് പാകിസ്ഥാനുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. പഞ്ചാബിനുണ്ട്, ജമ്മു കാശ്മീരിനുണ്ട്, ലഡാക്കിനുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താ? ഹരിയാനയ്ക്കാണ് ബോർഡർ ഇല്ലാത്തത്, ബാക്കി എല്ലാവർക്കും ബോർഡർ ഉണ്ട്. ഇതിന്റെ ആൻസർ ഹരിയാന. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡസ് നോട്ട് മീറ്റ് ബൗണ്ടറി ലൈൻ വിത്ത് തെലങ്കാന? തെലങ്കാന ആ സമയത്ത് പുതിയതായിട്ട് വന്നൊരു സംസ്ഥാനമായതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. നോക്കാം നമുക്ക് തെലങ്കാനയുടെ അവസ്ഥ. എന്താ, ഈ ത്രികോൺ പോലെ ഇരിക്കുന്ന ആളാണ് തെലങ്കാന. ഓക്കെ, തെലങ്കാനയ്ക്ക് ആരൊക്കെയായിട്ട് ബോർഡർ ഉള്ളത്? ഒന്ന് മഹാരാഷ്ട്ര, 2 ഛത്തീസ്ഗഡ്, 3 ഒഡീഷയുമായിട്ട് ചെറിയൊരു ബോർഡർ ഉണ്ട്, ആന്ധ്രയുമായിട്ട് ബോർഡർ ഉണ്ട്, ആന്ധ്രാപ്രദേശ്, ഇപ്പറ പോയാൽ കർണാടകയുമായിട്ട് ബോർഡർ ഉണ്ട്. ഓക്കെ, 5 പേരുമായിട്ടാണ് ബോർഡർ ഉള്ളത്. കർണാടകയുമായിട്ട് ബോർഡർ ഉണ്ട്, മഹാരാഷ്ട്രയായിട്ട് ബോർഡർ ഉണ്ട്, ഛത്തീസ്ഗഡായിട്ട് ബോർഡർ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഏരിയ കിടക്കുന്ന തെലങ്കാനയ്ക്ക് ഗുജറാത്തുമായിട്ട് ബോർഡർ ഉണ്ടാവൂ? ഉണ്ടാവില്ല. സോ ഇതൊരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗുജറാത്തുമായിട്ട് ബോർഡർ ഉണ്ടാവാൻ പാടില്ല, അത്രയും ദൂരെയാണ്. ഇന്ത്യനെ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെയാണ് ഗുജറാത്ത് കിടക്കുന്നത്, ഈ ഭാഗത്ത് തെലങ്കാന കിടക്കുന്നത്. ബോർഡർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ക്വസ്റ്റ്യൻ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഷെയർസ് ബൗണ്ടറി വിത്ത് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്? ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്സുമായിട്ട് ബോർഡർ പങ്കിടുന്നത് ആരാണ്? ഇതൊരു പ്രോബബിൾ ആയിട്ടുള്ള ചോദ്യമാണ്, സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, മിക്കവാറും കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഉത്തർപ്രദേശ് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് മാക്സിമം നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓക്കെ, സ്റ്റേറ്റ്സ് ഷെയറിംഗ് ബോർഡർ വിത്ത് UP ഏതൊക്കെയാണ്? 8 സ്റ്റേറ്റും 1 UT ഉണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ. അതിൽ ഡൽഹി എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, NCR റീജിയൻ എന്ന് പറയുന്ന ഒരു UT ആണ്, കേന്ദ്രഭരണ പ്രദേശമാണ്, യൂണിയൻ ടെറിട്ടറി ആണ്. ഓക്കെ, സോ ഉത്തർപ്രദേശിനാണ് 8 സംസ്ഥാനങ്ങളും 1 UTയുമായിട്ട് മൊത്തം 9 പേരുമായിട്ട് എന്ത് ബൗണ്ടറി പങ്കിടുന്ന ആളാണ് UP എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. UPയുടെ ഈ ഭാഗത്താണ് ആരുള്ളത്? ഡൽഹി വരുന്നത്, ഹരിയാന വരുന്നത്, ഉത്തരാഖണ്ഡ്, പിന്നെ ഹിമാചലുമായിട്ട് ചെറിയൊരു ബൗണ്ടറി ഇവിടെ ഉണ്ട്, പിന്നെ ബീഹാർ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്. ഓക്കെ, ജാർഖണ്ഡ്. ഓക്കെ, അതെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുല. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആര് വന്നു? ഇവിടെ നമ്മുടെ രാജസ്ഥാൻ വരുന്നു, ഇവിടെ നമ്മുടെ ഗുജറാത്ത് വരുന്നു. ഗുജറാത്ത് വന്നു കഴിഞ്ഞാൽ താഴെ ഈ ഏരിയ, ഈ സദേൺ മോസ്റ്റ് ടിപ്പ് എന്തിന്റെ ഭാഗമാണ്? അല്ലെങ്കിൽ അവിടെ ഏതാണ് സ്ഥലം കിടക്കുന്നത്? സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് പെനിൻസുല ചോദിച്ചിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാറിന്റെ അറ്റല്ല ചോദിച്ചിട്ടുള്ളത്, പെനിൻസുല ചോദിച്ചിട്ടുള്ളൂ. സദേൺ മോസ്റ്റ് ടിപ്പ് ഏതാ? എല്ലാവർക്കും അറിയാം, കേപ്പ് കോമറിൻ എന്ന് വിളിക്കുന്ന കന്യാകുമാരിയാണ്. അപ്പൊ ഇവിടെ ഒരു ട്വിസ്റ്റ് വന്നു, കേപ്പ് കോപ്പറിനും കന്യാകുമാരി ഒന്നും തന്നെയല്ലേ, പിന്നെന്താ അവർ അങ്ങനെ കൊടുത്തേക്കുന്നത്? കേപ്പ് എന്ന് പറഞ്ഞാൽ ആ അറ്റത്തുള്ള ഇതിനെ വിളിക്കുന്നതാണ് കേപ്പ്. സോ ശരിക്കും ഇവിടെ ആൻസർ വരേണ്ടത് കേപ്പ് കോമറിനാണ്, പക്ഷെ കന്യാകുമാരിയുടെ ഇംഗ്ലീഷ് പേരാണ് കേപ്പ് കോമറിൻ. ഓക്കെ, കണ്ടോ, കന്യാകുമാരി സദേൺ മോസ്റ്റ് പോയിന്റ്, ഇന്ത്യൻ പെനിൻസുലയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് ആണ് കേപ്പ് കോമറിൻ അല്ലെങ്കിൽ കന്യാകുമാരി. ഓക്കെ, ഇനി ഏറ്റവും ഇന്ത്യയുടെ മൊത്തത്തിലെ ലാൻഡിലെ സൗത്ത് നോക്കുമ്പോൾ നമ്മള് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യണം? ആൻഡമാൻ നിക്കോബാറിനോട് കൺസിഡർ ചെയ്യണം, അത് ഇന്ദിരാ പോയിന്റ് ആണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ കോൾ ആണ്, ലഡാക്കിലെ ഇന്ദിരാ കോൾ ആണ്, സിയാച്ചിൻ ഗ്ലേഷ്യറിലുള്ളത്.
ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് അരുണാചലിലെ കിബിത്തു ആണ്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുഹാർമോത്തി ആണ് ഗുജറാത്തിലെ. അതിൽ ഓർക്കുക ഇന്ദിര പോയിന്റ് മറ്റൊരു പേരാണ് പിഗ്മാലിയോൺ പോയിന്റ്. പിഗ്മാലിയോൺ പോയിന്റ് മറ്റൊരു പേരാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സ്വാഭാവികമായിട്ടും കേപ്പ് കോമറിനോ കന്യാകുമാരിയോ വരണമായിരുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവാത്തതാണ്. എന്നാലും നിങ്ങൾ ഓർത്തു വെക്കുക, ഈ പറയുന്ന 4 ഇന്ത്യയുടെ എക്സ്ട്രീംസ് ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റിൽ ഗുഹാർമോത്തി, ഈസ്റ്റേൺ മോസ്റ്റിൽ കിബിത്തു അരുണാചൽ പ്രദേശ്, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര കോൾ ലഡാക്ക്, ഏറ്റവും സദേൺ മോസ്റ്റ് പെനിൻസുലാറിലെ ഏറ്റവും സദേൺ മോസ്റ്റ് കന്യാകുമാരി അല്ലെങ്കിൽ കേപ്പ് കോമറിൻ, സദേൺ മോസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് ആണ്, അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് ആൻഡമാൻ നിക്കോബാറിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻടു ഡാഷ് ജിയോഗ്രഫിക്കൽ റീജിയൻസ്. ഇന്ത്യനെ എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്ലാസിന്റെ ഹെഡിങ് തന്നെ ഓർത്തു വെക്കുക. ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഇന്ത്യയുടെ ഫസ്റ്റത്തെ കാര്യം ഹിമാലയാസ്. രണ്ടാമത്തെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ്. മൂന്നാമത്തെ പെനിൻസുലാർ പ്ലേറ്റ്യൂ. നാലാമത്തത് ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ് പെനിൻസുലാർ പ്ലേറ്റ്യൂൽ വന്നു. സോ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, ആ ഇമേജ് നോക്കിക്കോ. ഏതൊക്കെയാ? നമ്മുടെ സ്വന്തം ഹിമാലയം വന്നു ഒന്നാമത്തെ ആളായിട്ട്. രണ്ടാമത്തെ ആളായിട്ട് ഗാൻജറ്റിക് ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ. മൂന്നാമത്തെ ആളായിട്ട് താർ ഡെസേർട്ടിനെ കൂട്ടാം. പിന്നെ കോസ്റ്റൽ പ്ലെയിനെ 4 ആയിട്ട് കൂട്ടുന്നു. അഞ്ചാമത്തെ ആളായിട്ട് നമുക്ക് ആരെ കൂട്ടാം? ഗോദാവരിനെ കൂട്ടാം. പിന്നെ ഐലൻഡുകൾ ഏത്? ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അങ്ങനെ 6 ഡിവിഷൻസ് ആണ് നമുക്കുള്ളത്. ഇത് NCERT കൊടുത്തിട്ടുള്ളതാണ്. 6 ഡിവിഷൻസ് NCERT കൊടുത്തിട്ടുള്ളതാണ്. 6 എണ്ണമാണ് ഉള്ളത് ഇന്ത്യക്ക്. ഓക്കെ, സോ 6 ആണ്. ഇന്ത്യനെ 6 ജിയോഗ്രഫിക്കൽ റീജിയൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹിമാലയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, പെനിൻസുലർ പ്ലേറ്റു, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ദ ഐലൻഡ്സ്. ഐലൻഡ്സ് ഏതൊക്കെ? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഏരിയ ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് കൺട്രി. ഇന്ത്യ എത്രാമത്തെ വലുതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യ 7ാമത്തെ വലുതാണ്. 7th ലാർജസ്റ്റ് കൺട്രിയാണ്. ഓൾറെഡി പറഞ്ഞതാണ്. 2.4% ഓഫ് ലാൻഡ് ആണ് ഇന്ത്യയുടെ കയ്യിലുള്ളതെന്ന്. സോ അതിന്റെ ഒരു ഓർഡർ നോക്കിക്കോളൂ. ഒന്നാം സ്ഥാനം റഷ്യ, രണ്ടാമത് കാനഡ, മൂന്നാമത് ചൈന, നാലാമത് USA, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. ഇന്ത്യക്ക് മുകളിലുള്ള ആൾക്കാരെങ്കിലും ഓർത്തു വെക്കുക. സോ ഒന്നാമത്തെ റഷ്യ, രണ്ടാമത്തത് ചൈന, മൂന്നാമത്തത് US, 4 വന്നിട്ട് കാനഡ, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ. പിന്നെയാണ് ഇന്ത്യ വരുന്നത്. സോ 6 പേരെങ്കിലും, ഇന്ത്യക്ക് മുകളിലുള്ള 6 പേരെങ്കിലും ഓർത്തു വെക്കുക. ഓക്കെ, സോ ഇന്ത്യ 7ാം സ്ഥാനമാണ്. 2.4%ഓളം ജോഗ്രഫിക്കൽ ഏരിയ ആണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് ഡാഷ് ട്രയാങ്കുലാർ ഷേപ്പ്ഡ് ഒരു സാധനമുണ്ട് ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പാർട്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇന്ത്യൻ പെനിൻസുല എന്ന് വിളിക്കുക. സിമ്പിൾ അല്ലേ? ഇന്ത്യൻ പെനിൻസുല എന്ന് വിളിക്കുക. അതിന്റെ മുകളില് ഗംഗയും ബ്രഹ്മപുത്രയും ഇൻഡസും കൂടി ഉണ്ടാക്കുന്ന പ്ലെയിൻ ആണേത്? പ്ലെയിൻ ഏരിയ. ഈ ഭാഗത്തുള്ള ഡെസേർട്ട് ആണേത്? താർ ഡെസേർട്ട് ഏരിയ. ഐലൻഡ് ഉള്ളത് 2, ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാനും വെസ്റ്റിലും ഈസ്റ്റിലും. മുകളില് ഉള്ള ഒരു വാൾ പോലെയുള്ള ഒരു മതിലാണ് ആര്? ഹിമാലയാസ്. സോ ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഹിമാലയ പോലത്തെ ഈ പറയുന്ന പോലെ മൗണ്ടൻസ് ഉണ്ട്, ഇവിടെ ഡെസേർട്ട് ഉണ്ട്, താഴെ പ്ലെയിൻസ് ഉണ്ട്, അതിന്റെ താഴെ ഒരു പെനിൻസുല ഉണ്ട്, ഇവിടെ 2 ഡെസേർട്ട്സും ഉണ്ട്. അതാണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അവസ്ഥ. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഹിമാലയാസ്, ഡെസേർട്ട്, ഇന്ത്യൻ പ്ലെയിൻ, ഇന്ത്യൻ പെനിൻസുല, അതുപോലെ 2 ഐലൻഡ്സ്. ഓക്കെ, മുന്നോട്ട് പോയാൽ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പെനിൻസുലയാണ്. അടുത്തത് ഡാഷ് ഫോംസ് എ വാൾ ഫ്രം നോർത്ത് ഇന്ത്യ. ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞു, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ ഒരു വാൾ പോലെ ആക്ട് ചെയ്യുന്ന, ഒരു മതിൽ പോലെ ആക്ട് ചെയ്യുന്ന ആരാണ്? താർ ഡെസേർട്ട് ആണോ? അല്ല. നോർത്തേൺ പ്ലെയിൻ ആണോ? അല്ല. ഈസ്റ്റേൺ മൗണ്ടൻ ആണോ? അല്ല. നോർത്തേൺ മൗണ്ടൻ അല്ലെങ്കിൽ ഹിമാലയാസ്. ഓക്കെ, ഇതൊരു പൊട്ടച്ചോദ്യമാണ്. നോർത്ത് ഓഫ് ഇന്ത്യയിലെ വാളിന്റെ പേര് നോർത്തേൺ മൗണ്ടൻ ആയിരിക്കും. സ്റ്റിൽ ഹിമാലയാസ് എന്നായിരുന്നു കറക്റ്റ് ഓപ്ഷൻ വരേണ്ടത്. ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
ദ നോർത്തേൺ പ്ലെയിൻ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് ഓഫ് ഹിമാലയ. നമ്മൾ പറഞ്ഞു ഇവിടെ ഹിമാലയ വരുന്നു, ഹിമാലയയുടെ വെസ്റ്റേൺ സൈഡിൽ താർ മരുഭൂമി വരുന്നു, താർ മരുഭൂമി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഈ ഭാഗത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ വരുന്നു, അതിന്റെ താഴെ ഇന്ത്യൻ പെനിൻസുല വരുന്നു, ആ പെനിൻസുലയുടെ സൈഡില് കോസ്റ്റൽ പ്ലെയിൻസ് വരും. സോ ഹിമാലയയുടെ താഴെ ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. സോ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ നോർത്തിലാണ് ആര്? ഹിമാലയ. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം മക്കളെ, എപ്പോഴും വേണം. എന്താണ്? ആദ്യം ഹിമാലയ മലനിരകളാണുള്ളത്. ഹിമാലയ മലനിരകളുടെ താഴെയായിട്ട് ഇവിടെ നമുക്ക് താർ ഡെസേർട്ട് ഉണ്ട്. താർ ഡെസേർട്ട് മുതൽ ഇങ്ങോട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഹിമാലയയുടെ താഴെയായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ അവശേഷിപ്പായിട്ട് ബാക്കി അങ്ങോട്ട് നമ്മുടെ ട്രയാങ്കുലർ ഷേപ്പിലുള്ളത് പെനിൻസുലാർ പ്ലേറ്റും ആണ്. അതിന്റെ രണ്ട് സൈഡിൽ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. അതിന്റെ വെസ്റ്റേൺ സൈഡിൽ ലക്ഷദ്വീപും ഈസ്റ്റേൺ സൈഡിൽ ആൻഡമാൻ നിക്കോബാറും ഉണ്ട്. സോ നോർത്തേൺ പ്ലെയിനിന്റെ നോർത്തിലാണ് ഹിമാലയാസ്. അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഓർത്തു വയ്ക്കുക. വിച്ച് ഇസ് ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ? ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പൊതുവേ അങ്ങനെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമല്ല, പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഏതാണ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ? മലയാളികൾക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നേ ഉള്ളൂ, കുട്ടനാടാണ്. കുട്ടനാടാണ് ലോവസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ. നമുക്ക് നോക്കാം. ഹയസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കാഞ്ചൻജംഗ മൗണ്ടെയിൻസ് ആണ്. അടുത്തത് കാഞ്ചൻജംഗ ഹില്ല് അല്ലെങ്കിൽ കാഞ്ചൻജംഗ പീക്കാണ്. അടുത്ത ലോവസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് എവിടെയാണ്? കുട്ടനാടാണ്. ഏറ്റവും താഴെയുള്ള ലോവസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലം കുട്ടനാടാണ്. അതായത് സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെയുള്ളത് കുട്ടനാടാണ്. സീ ലെവലിൽ നിന്ന് ഏറ്റവും മുകളിലുള്ളത് കാഞ്ചൻജംഗയാണ്. കോൾഡസ്റ്റ് ഇൻഹാബിറ്റഡ് പ്ലേസ് ഇൻ ഇന്ത്യ, ഡ്രാസ് എന്ന് പറയുന്ന സ്ഥലം. ഏറ്റവും തണുപ്പുള്ള സ്ഥലം ലഡാക്കിലെ ദ്രാസ് ആണ്. ഹോട്ടസ്റ്റ് റെക്കോർഡ് ഇൻ ഇന്ത്യ എവിടെയാ? ഫലോഡി രാജസ്ഥാനാണ്. ഫലോഡി രാജസ്ഥാൻ. ഓക്കെ, ഡ്രൈയസ്റ്റ് പ്ലേറ്റ് ഏറ്റവും മഴ കുറവുള്ള സ്ഥലം ജയ്സൽമേറും ഏറ്റവും മഴ കൂടുതലുള്ള സ്ഥലം മൗസിൻറാമുമാണ്. സോ അതൊരു ഓർഡർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഹയസ്റ്റ് ലോവസ്റ്റ്, ഏറ്റവും ഹയസ്റ്റും ലോവസ്റ്റും കെ കാഞ്ചൻജംഗ കുട്ടനാട്. കോൾഡസ്റ്റ് ഹോട്ടസ്റ്റ്, കോൾഡസ്റ്റ് എവിടെയായിരിക്കും? ദ്രാസ് ആണ്, ഡി. ആൻഡ് ഫലൂഡി, DP, ഡിയും പിയും. ഇനി ഡ്രൈയസ്റ്റും വെറ്റസ്റ്റും ഉള്ള ജയ്സൽമേറും മൗസിൻറാമും. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കുട്ടനാടാണ്. കുട്ടനാട് ഈസ് ദ ലോവസ്റ്റ് ബിലോ സീ ലെവൽ പോയിന്റ് ഇൻ ഇന്ത്യ. കുട്ടനാട് ഈസ് എ റീജിയൻ ദാറ്റ് കവേഴ്സ് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഡിസ്ട്രിക്ട്സ് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റീജിയൻ ഈസ് ലോവസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഇൻ ദ കൺട്രി ആൻഡ് ഈസ് വൺ ഓഫ് ദ റേറസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് വെർ ഫാമിംഗ് ഈസ് ക്യാരിഡ് ഡൗൺ 1.2 to 3 meters below sea level. ഓക്കെ, ബിലോ സീ ലെവൽ അഗ്രികൾച്ചർ, ബിലോ സീ ലെവൽ അഗ്രികൾച്ചറിന് പേര് കേട്ട സ്ഥലമാണ്. അതും റൈസ് കൾട്ടിവേഷൻ ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, ബിലോ സീ ലെവൽ അഗ്രികൾച്ചറിന് പേര് കേട്ട സ്ഥലമാണ് കുട്ടനാട്. പാഡി അല്ലെങ്കിൽ റൈസ് കൾട്ടിവേഷൻ ആണ് അവിടുത്തെ മേജർ ആയിട്ട് നടക്കുന്നത്. സോ വേൾഡ് ഫേമസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും താഴെ കിടക്കുന്ന ലോവസ്റ്റ് പോയിന്റ് മീൻസ് ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന ആൾ ആരാണ്? കുട്ടനാടാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ കുട്ടനാട്. ഓക്കെ, ആ സമയത്ത് ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്ദിരാ പോയിന്റ് എന്ന് പറയാം. ഇവിടെ ലോവസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. താഴെയുള്ള ലോവസ്റ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, അത് സദേൺ മോസ്റ്റ് തന്നെ ചോദിക്കണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് 3 mountain ranges ഇൻ ദ നോർത്ത് ഓഫ് ഇന്ത്യ ഇസ് ദ ഔട്ടർ ഹിമാലയാസ്. അതായത് ഹിമാലയാസിനെ തന്നെ നമ്മൾ ഹിമാലയ എന്ന് പറഞ്ഞത് ഇങ്ങനൊരു മലനിര ഞാൻ വരച്ച് കാണിച്ചു. പക്ഷെ ഇത് ഒറ്റ ലെയർ ആയിട്ടല്ല, പകരം പല ലെയറുകളായിട്ടുള്ളത്. ഏറ്റവും മുകളിൽ ഹിമാലയാസിനപ്പുറം എന്ന് പറയുന്ന പോലെ ട്രാൻസ് ഹിമാലയാസ്. സോ ഹിമാലയാസിനപ്പുറം ട്രാൻസ് ഹിമാലയാസ് ആണ്. ഹിമാലയം തുടങ്ങുന്നത് ഗ്രേറ്റർ ഹിമാലയാസിലാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഏത്? ഹിമാദ്രി. രണ്ടാമത് ലെസ്സർ ഹിമാലയ, അതിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നെയിമാണ് ഹിമാചൽ. ഏറ്റവും താഴെ ശിവാലിക്, ഔട്ടർ ഹിമാലയാസ്, അതിന്റെ ഇന്ത്യൻ പേരാണ് ശിവാലിക്. സോ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അത് താഴോട്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്, മിഡിൽ ഹിമാലയാസ്, ഔട്ടർ ഹിമാലയാസ്. സോ ഇവിടെ ചോദ്യം എന്താ? സദേൺ പാർട്ട് ഏറ്റവും താഴെയുള്ളത് ഒന്നെങ്കിൽ നമ്മൾ അതിനെ ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ശിവാലിക് എന്ന് വിളിക്കാം. ശിവാലിക്. ഓക്കെ, കൈലാഷ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയാസിലൊരു റേഞ്ചാണ്. ഗ്രേറ്റ് ഹിമാലയാസ് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. കാഞ്ചൻജംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീക്കാണ്, പൊക്കം കൂടിയ സ്ഥലമാണ്, ഏറ്റവും വലിയ മൗണ്ടൈൻ ആണ്.
എവറസ്റ്റ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. ഓക്കെ, അടുത്തത് ദ ഹിൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിലെ മലനിരകളെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഹിൽസിനെ നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത് നോക്കാം. ഹിമാദ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹിമാദ്രി എന്താണ്? ഗ്രേറ്റ് ഹിമാലയാസിന്റെ പേരാണ്, അത് പോയി. ശിവാലിക് ഔട്ടർ ഹിമാലയാസ് എന്ന് പറഞ്ഞു, അത് പോയി. ഡൂൺ എന്ന് പറയുന്ന സാധനം ശിവാലിക്കിനും ഹിമാദ്രിക്കും ഇടയിലുള്ള പ്ലെയിൻസിനാണ് നമ്മൾ ഡൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഡൂണും അല്ല, അതിന്റെ ഉത്തരം പൂർവാഞ്ചലാണ്. നോർത്ത് ഈസ്റ്റ് പൂർവാഞ്ചൽ ഹിൽസ്, നോർത്ത് ഈസ്റ്റ് ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഹിൽസ്. അതിൽ ആരൊക്കെപ്പെടും? അതിൽ ദാഫ്ല, മിരി, അബോർ, മിഷ്മി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാഗാ ഹിൽസ്, പട്കായി ബം, മണിപ്പൂർ ഹിൽസ്, മിക്കിർ ഹിൽസ്, ലൂഷായി ഹിൽസ് അല്ലെങ്കിൽ മീസോ ഹിൽസ് എല്ലാം കാണാൻ പറ്റും. സോ നോർത്ത് ഈസ്റ്റിലുള്ള കുറെ ഹിൽസ് ആണ്. ദാഫ്ല ഹിൽസ്, നാഗാ ഹിൽസ്, പട്കായി ഹിൽസ്, മീസോ ഹിൽസ്. ഈ ഏരിയയിലുള്ള ഹിൽസിനാണ് നമ്മൾ പൂർവാഞ്ചൽ ഹിൽസ് എന്ന് പറയുന്നത്. പൂർവാഞ്ചൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഹിൽസ്. ഓക്കെ, സോ എന്റെ ആൻസർ പൂർവാഞ്ചൽ ഹിൽസ്. അടുത്തത് വിച്ച് ഈസ് ദ ന്യൂവസ്റ്റ് മൗണ്ടൻ ഇൻ ഇന്ത്യ? സോ ഇതിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുക, ഇന്ത്യയിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ഹിമാലയാസ് ആണ്. അത് യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്, ഇപ്പോഴും വലുതായിക്കൊണ്ടേയിരിക്കുക. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിയിട്ടാണ് ആരുണ്ടായത്? ഹിമാലയ ഉണ്ടായത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ചോദിക്കാം ഇക്കൊല്ലം, അത് ആരവല്ലി റേഞ്ച് ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോൾഡ് മൗണ്ടൻസ് ഓഫ് ദ വേൾഡ്, ഹൈലി ഇറോഡഡ്, റൺസ് ഫ്രം രാജസ്ഥാൻ ടു ഡൽഹി. അങ്ങ് ഡൽഹി മുതൽ രാജസ്ഥാൻ വരെയുള്ള മലനിരകളാണ് ആരവല്ലീസ് എന്ന് പറയുന്നത്. ഓൾഡ് ആണ്, കുറെയൊക്കെ ഇറോഡ് ചെയ്ത് പോയി. ഓക്കെ, സോ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആരവല്ലിയും ഏറ്റവും ന്യൂവസ്റ്റ് രാജസ്ഥാൻ നമ്മുടെ ഹിമാലയവുമാണ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൂട്ടിമുട്ടിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഓക്കെ, ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി നോർത്ത് ഈസ്റ്റിലേക്ക് നീങ്ങി ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടിയതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്ക്. ഇനി ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ, എവിടെയാണ് ഗാരോ ഖാസി ജയന്തിയ? എത്രയോ വട്ടം ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മൗസിൻറാമിലും ചിറാപൂഞ്ചിയിലൊക്കെ മഴ പെയ്യാനുള്ള കാരണം എന്താ? മൗസിൻറാമിലും ചിറാപൂഞ്ചിയിലൊക്കെ ഇതുപോലെ മഴ പെയ്യാനുള്ള കാരണം എന്താ? ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് അവിടുത്തെ മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ആ വഴി പോകുന്ന എല്ലാ മേഘങ്ങളെയും തടഞ്ഞു നിർത്തി അവിടെ മഴ പെയ്യുന്നതുകൊണ്ടാണ്. സോ ഇത് മേഘാലയാണ്. ഓക്കെ, മേഘാലയ സ്റ്റേറ്റ് ഓഫ് ക്ലൗഡ്സ്, ക്ലൗഡുകളുടെ സ്റ്റേറ്റ് മേഘാലയ, ക്ലൗഡുകളുടെ ആലയം മേഘാലയ. കണ്ടോ, ഗാരോ ഖാസി ജയന്തിയ. ഇവിടുന്ന് വരുന്ന മഴമേഘങ്ങളെ മൊത്തം ഇവിടെ ഇടിച്ചു നിർത്തി എല്ലാ മഴയും അവിടെ പെയ്യിക്കുന്ന ആളാണ് ഈ ഗാരോ ഖാസി ജയന്തിയിൽ മഴ പെയ്യിക്കുന്ന ആളാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗാരോ ഖാസി ജയന്തിയ മേഘാലയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഗാരോ ഖാസി ജയന്തിയ മേഘാലയ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ടോളസ്റ്റ് പീക്ക് കാഞ്ചൻജംഗ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് പീക്ക് വരുന്നത് എവിടെയാണ്? സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീക്ക് സിക്കിമിലുള്ള കാഞ്ചൻജംഗയാണ്. 85-86 മീറ്റർ ആണ് പൊക്കം. രണ്ടാമത് നന്ദാദേവി, മൂന്നാമത്തെ നന്ദാദേവി ഉത്തരാഖണ്ഡ്, മൂന്നാമത്തെ കാമത്ത് ഉത്തരാഖണ്ഡ്, നാലാമത്തെ സാൾട്ടോർ കാംഗ്രി ജമ്മു കാശ്മീർ, അടുത്ത് സാസർ കാംഗ്രി ജമ്മു കാശ്മീർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാഞ്ചൻജംഗ ഓർത്തു വയ്ക്കുക, സിക്കിമിലാണ്. ഓക്കെ, സോ ആൻസർ സിക്കിം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മൗണ്ടൻ റേഞ്ച് ഈസ് ഓൺ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈഡ്സ് ഓഫ് ഡെക്കാൻ പ്ലേറ്റു? ഡെക്കാൻ പ്ലേറ്റു നമ്മൾ പറഞ്ഞു ത്രികോണ ഇരിക്കുന്ന ഒരു പ്ലേറ്റുമാണ്. അതിന്റെ രണ്ട് സൈഡുകളിലും രണ്ട് ടൈപ്പ് ഓഫ് മൗണ്ടെയിൻസ് ഉണ്ട്. ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ്. ഡെക്കാൻ പ്ലേറ്റു ഈ പറഞ്ഞ ത്രികോണം പോലെ ഇരിക്കുന്ന ഈ പ്ലേറ്റുവിന്റെ ഒരു സൈഡിൽ വെസ്റ്റേൺ സൈഡിൽ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ സൈഡിൽ ഈസ്റ്റേൺ ഗട്ട്സും ആണ് ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? വിച്ച് മൗണ്ടൻ റേഞ്ച് ഈസ് ഓൺ ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സൈഡ്സ് ഓഫ് ഡെക്കാൻ പ്ലേറ്റു? ആൻസർ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കർദുംഗ്ല മൗണ്ടൻ പാസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? നമ്മൾ പൊതുവേ ട്രിപ്പ് പോകുന്ന ആൾക്കാർ, നമ്മൾ ലഡാക്കിലേക്കോ അല്ലെങ്കിൽ ലഡാക്കിലേക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാർ കർദുംഗ്ല പാസിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുത്തിടും. ഹൈയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കർദുംഗ്ല പാസിൽ. സോ കർദുംഗ്ല പാസ് ബേസിക്കലി എവിടെയാണ്? ജമ്മു കാശ്മീരിന്റെ ഭാഗത്താണ് ഉള്ളത്. നമുക്ക് ഓരോ പാസ് നോക്കാം. നാഥുല പാസ് സിക്കിമിനും ടിബറ്റിനും ഇടയിലുള്ള രണ്ട് മലനിരകൾ, രണ്ട് വലിയ മലനിരകളുടെ ഇടയിലുള്ള ചെറിയ ഒരു ഗേറ്റ് വേനെയാണ് നമ്മൾ പാസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിലെ കടന്നു പോകാൻ പറ്റും.
ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട് ആയിരിക്കും. സിക്കിമിനും ടിബറ്റിനും ഇടയിലുള്ള പാസ്സാണ് നാഥുല പാസ്. ജലപ്ല എന്ന് പറയുന്ന സിക്കിമിനും ഭൂട്ടാന്റെ ബോർഡറിലുള്ള പാസ്സാണ്. പണ്ടത്തെ സിലിക് റൂട്ട് ആയിരുന്നു നാഥുല പാസ്. ചുംബി വാലിക്ക് തൊട്ടടുത്തുള്ള പാസ്സാണ് ജലപ്ല പാസ്. ഷിപ്കില പാസ് ഹിമാചലിലുള്ള പാസ്സാണ്. ഹിമാചലിനും ടിബറ്റിനും ഇടയിലുള്ള പാസ്. സത്ലജ് നദി ഇന്ത്യയിലേക്ക് ഇങ്ങനെ കടക്കുന്നത് ഷിപ്കില പാസ് വഴിയാണ്. ചോദ്യം പ്രതീക്ഷിക്കാം. ബാരാലച്ചാല പാസ് എന്ന് പറയുന്നത് ചന്ദ്രഭാഗ റിവറുകളുടെ കോൺഫ്ലുവൻസ് ഇവിടെയാണ് തുടങ്ങുന്നത്. എവിടെയാണ്? ലഹൂൾ ലഡാക്കിന്റെ ഇടയിലാണ്. റോത്താങ് പാസ് ഹിമാചൽ പ്രദേശിൽ കുള്ളു ലഹൂൾ സ്പിത്തിക്ക് ഇടയിലാണ്. അട്ടൽ ടണൽ ഉണ്ടാക്കിയിട്ടുള്ളത് റോത്താങ് പാസിലാണ്. ചോദ്യം ചോദിക്കാം. മനാ പാസ് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലുള്ള ഒരു പാസ്സാണ്. ബദ്രിനാഥ് എന്ന് പറയുന്ന ഹോളി ഷ്രൈന്റെ അടുത്താണത്. നീതി പാസ് ഉത്തരാഖണ്ഡിലാണ്. ജോഷിമഠ് റീജിയണും ടിബറ്റിനും ഇടയിലാണ്. വിന്ററിൽ അത് അടച്ചിട്ടേക്കായിരിക്കും. ലിപ്പുലെ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ്, ഇന്ത്യ, ചൈന, നേപ്പാള് ഇതിന് മൂന്നിനിടയിലാണ്. കൈലാസ് മാനസരോവറിലേക്ക് യാത്ര പോകുന്നവരെല്ലാം ഈ റൂട്ടാണ് ഉപയോഗിക്കുന്നത്. കൈലാസ് മാനസരോവർ നദിയല്ല ലേക്കില് പിൽഗ്രിമേജിന് വേണ്ടി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിസിറ്റിന് പോകുന്ന ആൾക്കാർ, അത് ഹോളി സ്ഥലമാണ്, വിസിറ്റിന് പോകുന്ന ആൾക്കാർ പോകുന്നത് ലിപ്പു ലേഹ് എന്ന് പറയുന്ന പാസ് വഴിയാണ്. കർദുംഗ്ല പാസ് വൺ ഓഫ് ദ ഹൈയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ഇന്ത്യ ആണ്. ലേ ലുബ്രബാലിക്ക് ഇടയിലാണ്, ലഡാക്കിലാണ്. ഓക്കെ, അന്ന് ലഡാക്ക് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ആയതുകൊണ്ടാണ്. അന്ന് ജമ്മു കാശ്മീർ ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു, പിന്നെയാണ് ലഡാക്കും ജമ്മു കാശ്മീർ രണ്ടായിട്ട് പിരിഞ്ഞത്. സോ അതുകൊണ്ടാണ് ആൻസർ ജമ്മു കാശ്മീർ എന്ന് വന്നത്. ഓക്കെ, സോജില പാസ് JNK ലഡാക്ക് ആണ്. ശ്രീനഗർ ലേയിലേക്ക് കണക്ട് ചെയ്യുന്നത് NH1D എന്നാണ് ആ റൂട്ടിന്റെ പേര്. NH1D ആണ്. ബനിഹാൽ പാസ് JNK, ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ ജവഹർ ടണൽ ഈ പറയുന്ന പാസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജവഹർ ടണൽ. പീർപ്പാഞ്ചൽ പാസ് JNKയിലാണ്. പീർപ്പാഞ്ചൽ റേഞ്ചിന്റെ ഇടയിലാണ്. ഷോർട്ടസ്റ്റ് ജമ്മു കാശ്മീർ റോഡാണ്. ഓക്കെ, ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന ഷോർട്ടസ്റ്റ് റോഡാണ്. ബോംദില അരുണാചൽ പ്രദേശിനും ഭൂട്ടാനും ഇടയിലാണ്. അരുണാചൽ പ്രദേശിനെയും ലാസ റീജിയനെയും കണക്ട് ചെയ്യുന്നു. ദിഹാങ് പാസ് അരുണാചൽ പ്രദേശിലാണ്. മ്യാൻമറിനും അരുണാചലിനും ഇടയിൽ ദിഹാങ് റിവർ ഇതിലാണ് ഒഴുകുന്നത്. ദിഫു പാസ് അരുണാചൽ പ്രദേശില് ഇന്ത്യ, ചൈന, മ്യാൻമർ ബോർഡറിലെ ഇമ്പോർട്ടന്റ് ട്രേഡ് റൂട്ടാണ്. ഓക്കെ, സോ ഇത്രയും പാസുകളിൽ ഓർത്തു വയ്ക്കുക. ഒരുപാട് പാസുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇത്രയും പാസുകൾ എങ്കിലും നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ കർദുംഗ്ല പാസ് എവിടെയാ? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. Okay, in Kerala, dash is the coastline where coconut tree and beautiful backwaters. Coconut tree and beautiful backwaters ഉള്ള കോസ്റ്റ് ലൈൻ, അതായത് കേരളത്തിന്റെ കോസ്റ്റ് ലൈൻ ഏതാണെന്ന ചോദ്യം. ഇത് വളരെ എളുപ്പമാണ്, നോക്കാം. വെസ്റ്റേൺ സൈഡിലെ കോസ്റ്റ് പ്ലെയിൻസും ഈസ്റ്റേൺ സൈഡിലെ പ്ലെയിൻസും പഠിച്ചു വയ്ക്കുക. ഗുജറാത്തിന്റെ മുകളില് കച്ചും താഴെ കത്തിയാവറും. കൊങ്കൺ കോസ്റ്റ് കർണാടക മഹാരാഷ്ട്ര റീജിയൻ. കർണാടക മഹാരാഷ്ട്ര ഇവിടെ ഒരു ഗോവയുണ്ട്. കർണാടക, ഗോവ, മഹാരാഷ്ട്ര റീജിയൻ കൊങ്കൺ കോസ്റ്റ്. മലബാർ കോസ്റ്റ് ആണ് കേരള റീജിയൻ. തമിഴ്നാട് കോസ്റ്റ് നമ്മൾ വിളിക്കുന്നത് കൊറമണ്ടൽ കോസ്റ്റ്, തമിഴ്നാട് ആന്ധ്ര കോസ്റ്റ്. മുകളിൽ ആന്ധ്ര, ഒഡീഷ ആ കോസ്റ്റ് നമ്മൾ നോർത്തേൺ സിർക്കാർ എന്ന് വിളിക്കുന്നു. ഒഡീഷയുടെ കോസ്റ്റ് നമ്മൾ ഉത്കാൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? മലബാർ കോസ്റ്റ്. കൊങ്കൺ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര കർണാടക കോസ്റ്റ്. കമ്പത്ത് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ കോസ്റ്റ്. ഓക്കെ, കോറമണ്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര ആ കോസ്റ്റ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. കച്ച്, കത്തിയാവർ, ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഗുജറാത്ത്. കൊങ്കൺ വന്നിട്ട് മഹാരാഷ്ട്ര, ഗോവ. മലബാർ വന്ന് കർണാടക, കേരള. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് റാൻ ഓഫ് കച്ച് വരുന്നത് എവിടെയാ? കച്ച് റീജിയനിലാണ്. പെനിൻസുല വിത്ത് ഡിസ്ട്രിക്റ്റഡ് പ്ലേറ്റു ഇൻഡന്റൻ കോസ്റ്റ് ലൈൻ ആണ് കത്തിയാവറിന്റെ. സബർമതി, മാഹി, നർമ്മദ, താപ്പി റിവറുകളുടെ പ്ലെയിൻ ആണ് ഇത്. ഗുജറാത്ത് പ്ലെയിൻ വളരെ ചെറുതാണ്. കൊങ്കൺ പ്ലെയിൻ നാരോ റഗ്ഡ് കോസ്റ്റ് വിത്ത് മെനി ക്രീക്സ് ആൻഡ് പോർട്സ്. മുംബൈ പോർട്ട് ഉള്ളതാണ് കൊങ്കൺ കോസ്റ്റ്. ലഗൂൺസും ബാക്ക് വാട്ടേഴ്സും വേമ്പനാട് കായൽ പോലെയുള്ള കോക്കനട്ട് ട്രീ ഒരുപാടുള്ള കോസ്റ്റ് ആണ് മലബാർ കോസ്റ്റ്. അതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് കൊറമണ്ടൽ കോസ്റ്റ് നോർത്തേൺ സിർക്കാർ ഉത്കാൽ പ്ലെയിൻ. തമിഴ്നാടും ആന്ധ്രയിലുള്ളത് കൊറമണ്ടൽ കോസ്റ്റ്. ആന്ധ്രയുടെ നോർത്തേൺ ഭാഗത്തുള്ളത് നോർത്തേൺ സിർക്കാർ. ഒഡീഷ കോസ്റ്റ് ഉത്കൽ കോസ്റ്റ്. കൃഷ്ണ, ഗോദാവരി നദികളുള്ളത് എവിടെയാ? നോർത്തേൺ സിർക്കാർ കോസ്റ്റിലാണ്. ഒഡീഷയിൽ മഹാനദി ഡെൽറ്റ, ചിലിക്ക ലേക്ക് എക്സെട്ര ആണുള്ളത്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. രണ്ട് കോസ്റ്റൽ പ്ലെയിൻസ് ഓർത്തു വയ്ക്കുക. ഇതിന്റെ ആൻസർ മലബാർ കോസ്റ്റ് ആണ്. ഓക്കെ, ഡാഷ് ഇസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ മണിപ്പൂർ.
മണിപ്പൂർ പഠിച്ചവർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ മണിപ്പൂരിലെ കുറെ സംഭവങ്ങൾ ഇപ്പൊ നടന്നപ്പോൾ നമ്മൾ കറണ്ട് അഫയറിലൊക്കെ കുറെ കേട്ടതാണ്. മണിപ്പൂരിലെ ഒരു ഇമ്പോർട്ടന്റ് ലേക്കാണ് ലോഹത്തക് ലേക്ക്. ഒഡീഷയിലുള്ള ലേക്കാണ് ഇത് ചിലിക്ക ലേക്ക്. നമുക്ക് ഇതുപോലെ ഓരോ ലേക്കുകൾ ഇങ്ങനെ വേണമെങ്കിൽ മാപ്പ് ഇട്ട് പഠിക്കാം. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ലേക്കുകളാണ്. വൂളാർ ലേക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ ഫ്രഷ് വാട്ടർ ലേക്കാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ജലം റിവർ ആണ് ഇതിന് വെള്ളം കൊടുക്കുന്നത്. വൂളാർ ലേക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നിങ്ങൾ ഷിക്കാര റൈഡ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഷിക്കാര റൈഡ് മറ്റേ കശ്മീരിന്റെ മറ്റേ പാട്ടുണ്ടല്ലോ, കീർത്തി ചക്രയിൽ എങ്ങാണ്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, കശ്മീർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടെല്ലാം ഈ വൂളാർ ദാൽ ലേക്കുകളാണ്. ദാൽ ലേക്കും ജമ്മു കാശ്മീരിന്റെ ഭാഗത്ത് ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഹൗസ് ബോട്ടും ഷിക്കാര റൈഡ്സിനും വേണ്ടി ഫേമസ് ആണ്. അടുത്ത് പാങ്കോങ് സോങ് ലേക്ക് ലഡാക്കിലെ സലൈൻ ലേക്കാണ്. ചൈനയിൽ പകുതി, ബാക്കി പകുതി ഇന്ത്യ. ഹൈ ആൾട്ടിറ്റ്യൂഡ് ലേക്കാണ്. പാങ്കോങ് സോ ലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ലേക്കാണ്. ഏതാന്ന് വെച്ചാൽ നമ്മുടെ 3 Idiotsലെ ക്ലൈമാക്സ് സീൻ, ജബ് തക് ഹൈ ജാനിലെ തുടക്കത്തിലുള്ള ആ ബൈക്ക് റൈഡിന്റെ സീൻ, ആ സീനൊക്കെ ഉള്ള കാണിക്കുന്ന ലേക്കാണ് പാങ്കോങ് സോ ലേക്ക്. ഓക്കെ, നമ്മുടെ 3 Idiotsലെ അവസാനം ആ ക്ലൈമാക്സ് സീൻ എടുത്തിട്ടുള്ള ലേക്കാണിത്. ഓക്കെ, പിന്നെ സൊമറോറി ലേക്ക് ഇൻ ലഡാക്ക് ഫ്രഷ് വാട്ടർ ലേക്കാണ്. അത് റാംസാർ സൈറ്റും ആണ്, ഹൈ ലാറ്റിറ്റ്യൂഡ് ലേക്കാണ്. സാംബാർ ലേക്ക് രാജസ്ഥാൻ സോൾട്ട് വാട്ടർ ലേക്കാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സോൾട്ട് ലേക്കാണ്. പുഷ്കർ ലേക്ക് രാജസ്ഥാൻ സേക്രഡ് ലേക്കാണ്. ഹിന്ദു പിൽഗ്രിമേജ് ലേക്കാണ്. ചിൽക്ക ലേക്ക് ഇൻ ഒഡീഷ ലഗൂൺ ലേക്കാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്കാണ്. ഇറാവടി ഡോൾഫിൻ എന്ന ഡോൾഫിൻ അവിടെയാണ് കാണപ്പെടുന്നത്. കൊല്ലേറു ലേക്ക് ആന്ധ്രാപ്രദേശ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റയിലാണ് കൊല്ലേറു ലേക്ക് ഉള്ളത്. പുൽക്കട്ട് ലേക്ക് എവിടെയാ? ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡറിലുള്ള ലേക്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ലഗൂൺ ലേക്ക് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ലാർജസ്റ്റ് ഏതായിരുന്നു? ചിലിക്ക ലേക്കാണ്. വേമ്പനാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലേക്കാണ്. കൊച്ചിയുടെ ബാക്ക് വാട്ടേഴ്സിന്റെ ഭാഗത്തുള്ള വേമ്പനാട് ലേക്ക്. ലോക്തക് ലേക്ക് മണിപ്പൂരിലെ ഫ്രഷ് വാട്ടർ ലേക്കാണ്. അവിടെ ഫുംഡീസ് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കുറെ ഒഴുകി നടക്കുന്ന കുറെ ഈ പറയുന്ന പോലെ പുൽത്തകിടുകളുണ്ട്. അതിങ്ങനെ ഒഴുകി നടക്കാണ്. അതിന്റെ മുകളിൽ കുറെ ജീവികൾ ജീവിക്കുന്നുണ്ട്. മാനിനെ പോലെയുള്ള കുറെ ജീവികൾ ജീവിക്കുന്നുണ്ട്. ആ ഏരിയ നമ്മൾ കിബു ലംജാവോ നാഷണൽ പാർക്ക് എന്നും വിളിക്കും. ഓക്കെ, ഇനി ലോണാർ ലേക്ക് ഒരു ക്രേറ്റർ ലേക്കാണ്. അതായത് ഉൽക്ക വീണുണ്ടായ ഒരു ക്രേറ്റർ, ഒരു കുഴി, ഒരു ക്രേറ്റർ ലേക്കാണ്. അതിൽ വെള്ളം കെട്ടിയിരുന്നിട്ടുണ്ടായ ലേക്കാണ് ലോണാർ ലേക്ക്. മഹാരാഷ്ട്രയിലുള്ളതാണ്. മീറ്റിയോറൈറ്റ് ഇമ്പാക്റ്റ് ആണ് അതിന്റെ കാരണം. ഇനി ചോദ്യം വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇന്ത്യയിൽ ഏതാണ്? വൂളാർ ലേക്ക്. ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഏതാണ്? ചിൽക്ക ലേക്ക്. ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ഏതാണ്? സാംബാർ ലേക്ക് രാജസ്ഥാൻ. ആർട്ടിഫിഷ്യൽ ലേക്ക് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഉത്തർപ്രദേശ്. ഡാം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലേക്കാണിത്. ലോങ്സ്റ്റ് ലേക്ക് വേമ്പനാട് കായർ കേരള. ലാർജസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലേക്ക് ചൊലാമു ലേക്ക് സിക്കിം. ഈ ഒരു ടേബിളും കൂടെ ഓർത്തു വെക്കുക, ചോദ്യം ചോദിക്കാം. വൂളാറ്, ചിലിക്ക, സാംബാർ, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ, വേമ്പനാട്, ചൊലാമു. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വന്നിട്ട് ലോക്തക് ലേക്കാണ്. മണിപ്പൂരിൽ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ മാപ്പിംഗ് നമുക്ക് കവർ ചെയ്യാനുണ്ടായത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ വേൾഡ് മാപ്പിംഗ് എന്ന് കൂടിയുണ്ട്. അതുകൂടെ നമുക്ക് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് അക്വാറ്റിക് ബോഡി ഓഫ് ദ വേൾഡ്? ലോകത്തെ ഏറ്റവും വലിയ അക്വാറ്റിക് ബോഡി ഏതാണെന്നാണ് ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ സൗത്ത് അമേരിക്ക? അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഗ്രേറ്റ് ലേക്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന കുറച്ച് ലേക്ക് ഉണ്ട്. ഒന്ന് ലേക്ക് സുപ്പീരിയർ, അതായത് US കാനഡ ബോർഡറിൽ. ഇപ്പൊ കാനഡയിലൊക്കെ ഒരുപാട് പേര് പോയിട്ടുള്ളതുകൊണ്ടും കുറെ ആൾക്കാർ അറിയാവുന്നതുകൊണ്ടും നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, US കാനഡ സുപ്പീരിയർ ലേക്ക്, ലേക്ക് മിഷിഗൻ ലേക്ക്, ലേക്ക് ഹ്യൂറോൺ ലേക്ക്, ലേക്ക് എറി, ലേക്ക് ഒണ്ടാരിയോ. ഇങ്ങനെ മേജർ 5 ലേക്കുകളാണ് ഉള്ളത്. അതില് there are 5 lakes such as Superior, Michigan, Huron, Erie, Ontario. അത് US ചൈന ബോർഡറിലുള്ളത്. സുപ്പീരിയർ ലേക്ക് ഇസ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ നോർത്ത് അമേരിക്ക. അതായത് USലെ ലാർജസ്റ്റ് ലേക്ക്, നോർത്ത് അമേരിക്ക ലാർജസ്റ്റ് ലേക്ക് സുപ്പീരിയർ ലേക്കാണ്. മിഷിഗൻ ലേക്ക് ഇസ് ദ ഓൺലി ലിവർ ഇൻ ഫുള്ളി USA മാത്രമുള്ള, ഈ പറയുന്ന 5 പേരില് USA മാത്രം, പകുതി USA പകുതി കാനഡയിലാണ്, ബാക്കിയെല്ലാം USA മാത്രമുള്ള ഒറ്റ ലേക്കേ ഉള്ളൂ. ഏതാണ്? മിഷിഗൻ ലേക്ക്. ഓക്കെ, കണ്ടോ, മിഷിഗൻ ലേക്ക് മൊത്തമായിട്ട് US കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാം ലാർജസ്റ്റ് ലേക്ക് ഇൻ ദ വേൾഡ് നോക്കുമ്പോഴോ ഏറ്റവും വലിയ ലേക്ക് കാസ്പിയൻ സീ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, പക്ഷെ ലേക്ക് ആണത്. ഏറ്റവും വലിയ ലേക്ക് കാസ്പിയൻ സീ. രണ്ടാമത്തെ ലേക്ക് സുപ്പീരിയർ. മൂന്നാമത്തത്, ഓക്കെ, രണ്ടാമത്തെ ലേക്ക് സുപ്പീരിയർ, മൂന്നാമത്തെ ലേക്ക് വിക്ടോറിയ, നാലാമത്തെ ലേക്ക് ഹ്യൂറോൺ, അഞ്ചാമത്തെ ലേക്ക് മിഷിഗൺ. ഓക്കെ, ഈ 5 ലേക്കാണ് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ലേക്കുകൾ.
പിന്നെ ലേക്ക് ബൈക്കൽ ആണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. റഷ്യയിലെ ലേക്ക് ബൈക്കൽ ആണ് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. ഓക്കെ, കണ്ടോ, കാസ്പിയൻ സീ എന്ന് വിളിക്കുന്നതാണ് കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, റഷ്യ, ഇറാനിൽ കാണപ്പെടുന്ന തിരക്ക് എന്ന് പറയുന്ന ഒരു കോഡ് ഇട്ട് വേണ്ടി പഠിക്കാം. ഓക്കെ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ. ഓക്കെ, രണ്ടാമത്തെ വലുത് ഏതാണ്? സുപ്പീരിയർ ലേക്ക് ആണ്, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വിക്ടോറിയ ലേക്ക് ഇൻ ടാൻസാനിയ, ഉഗാണ്ട, കെനിയ. KUT എന്നുള്ളൊരു കോഡ് ഇട്ട് പഠിക്കാം, വിക്ടോറിയ ലേക്ക്. ഹ്യൂറോണും മിഷിഗണും കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രമുള്ളത് മിഷിഗനാണ്. ബാക്കി 10 എണ്ണത്തോളം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 7ാം സ്ഥാനം ആണ് ബൈക്കലിന്. ബൈക്കലാണ് ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ എവിടെയാ? റഷ്യയിലാണ്. ഓക്കെ, സോ ഇനി ഏഷ്യയിൽ നോക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ലേക്ക് ഏതാ? കാസ്പിയൻ ലേക്ക് ആണ്. ലാർജസ്റ്റ് ഇൻലാൻഡ് വാട്ടർ ബോഡി ഇൻ ദ എർത്ത് ആണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലുത് ലേക്ക് വിക്ടോറിയ, ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. ലാർജസ്റ്റ് ലേക്ക് ഇൻ ആഫ്രിക്ക, 3rd ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്, നമ്മൾ പറഞ്ഞതാണ്. നോർത്ത് അമേരിക്കയിലെ ലേക്ക് സുപ്പീരിയർ, നമ്മൾ അതും പറഞ്ഞതാണ്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ സർഫസ് ഓഫ് ദ വേൾഡ്. US കാനഡ ബോർഡറിലാണ്. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ലേക്ക് ആണ് ഇത്, ലേക്ക് ടിറ്റിക്കാക്ക ലേക്ക്. ഓക്കെ, ലാർജസ്റ്റ് നാവിഗബിൾ ലേക്ക് ഇൻ ദ വേൾഡ്. ഓക്കെ, യൂറോപ്പിലെ ഏറ്റവും വലിയ ലേക്കാണ് ലേക്ക് ലഡോഗ ലേക്ക്, യൂറോപ്സ് ലാർജസ്റ്റ് ലേക്ക് ലൊക്കേറ്റഡ് ഇൻ റഷ്യ. ഓസ്ട്രേലിയയിലെ ലേക്ക് ഏറി, ലാർജസ്റ്റ് ലേക്ക് ഇൻ ഓസ്ട്രേലിയ. അന്റാർട്ടിക്കയിലെ ലേക്ക് വോസ്റ്റോക്ക് സബ് ഗ്ലേഷ്യർ ലേക്ക് ആണ്, ലാർജസ്റ്റ് സബ് ഗ്ലേഷ്യർ ലേക്ക് ഇൻ അന്റാർട്ടിക്ക ബിനീത്ത് 4 കിലോമീറ്റർ ഓഫ് ഐസ്. ഓക്കെ, 4 കിലോമീറ്റർ ഓഫ് ഐസ് ഉള്ള ഒരു ലേക്കാണ് വോസ്റ്റോക്ക് ലേക്ക്. സോ ഇവിടെ ചോദ്യം വന്ന് ലാർജസ്റ്റ് അക്വാറ്റിക് ബോഡി ഓഫ് ദ വേൾഡ് ഏതാണ്? കാസ്പിയൻ. അടുത്തത് ലാർജസ്റ്റ് ലേക്ക് ഇൻ സൗത്ത് അമേരിക്ക ഏതാ? ലേക്ക് ടിറ്റിക്കാക്ക. നോർത്ത് അമേരിക്ക ഏതാണ്? ലേക്ക് സുപ്പീരിയർ. ഏഷ്യയുടെ ഏതാണ്? കാസ്പിയൻ. ഓക്കെ, അതുപോലെ തന്നെ യൂറോപ്പിന്റെ ഏതാണ്? യൂറോപ്പിന്റെ ലഡോഗ. ഇത് ചോദിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ 3 ടേബിൾ കൊടുത്തത്. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദ്യം ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏഞ്ചൽ ഫോൾസ്, വാട്ടർഫോൾസിനെ പറ്റി ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് NCERT മേജർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 3 വാട്ടർഫോൾസിനെ പറ്റിയാണ്. വേൾഡ്സ് ഹൈയസ്റ്റ് വാട്ടർഫോൾ ഏഞ്ചൽ ഫോൾസ് ആണ്, വെനസ്വേല, സൗത്ത് അമേരിക്ക. അടുത്തത് നയാഗ്ര ഫോൾസ് ഷെയർസ് ആൻ ഇന്റർനാഷണൽ ബോർഡർ ബിറ്റ്വീൻ കാനഡ ആൻഡ് US. ഇത് ലോകത്തെ ഏറ്റവും വലുതൊന്നുമല്ല, പക്ഷെ കാനഡയിലെ US ഇടയിലായതുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്. ന്യൂയോർക്കിന്റെ ഒണ്ടാരിയോ പ്രൊവിൻസിലാണ് ഇത് ഉള്ളത്. ഇറ്റ് ഈസ് എ കളക്റ്റീവ് നെയിം ഓഫ് 3 വാട്ടർഫോൾസ്. 3 വാട്ടർഫോൾസ് ചേരുമ്പോഴാണ് ഈ പറയുന്ന നയാഗ്ര ഫോൾസ് ആയി മാറുന്നത്. അടുത്ത വിക്ടോറിയ ഫോൾസ് ഓൺ ദ ബോർഡർ ഓഫ് സാംബിയ ആൻഡ് സിംബാബ്വെ ഇൻ ആഫ്രിക്ക. ഈ 3 വാട്ടർഫോൾസ് ഒന്ന് ഓർത്തു വയ്ക്കുക. സോ ഏഞ്ചൽ വാട്ടർഫോൾസ് ഉള്ളത് വെനസ്വേലയിലാണ്. ഓക്കെ, സോ വെനസ്വേലയിലുള്ള ഏഞ്ചൽ വാട്ടർഫോൾസ്. അടുത്തത് ഒണ്ടാരിയോ ഭാഗത്തുള്ള ഇവിടെയുള്ള നയാഗ്ര വാട്ടർഫോൾസ്. അടുത്തത് സിംബാബ്വെ, സാംബിയക്ക് ഇടയിലുള്ള വിക്ടോറിയ ഫോൾസ്. ഓക്കെ, സോ ആൻസർ വന്നിട്ട് ഇവിടെ ഏഞ്ചൽ ഫോൾസ് വരുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു വെനസ്വേലയിലാണ്. എവിടെയാണ്? വെനസ്വേലയിലാണ്. ഓക്കെ, അടുത്തത് നബീബ് ഡെസേർട്ടുകൾ പറ്റി ചോദിച്ചിട്ടുള്ളത്. സോ വേൾഡിലെ മേജർ ഡെസേർട്ടുകളെ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ കൊടുത്തിട്ടുള്ളത്. മേജർ ഡെസേർട്സ് ഇൻ ദ വേൾഡ്. അന്റാർട്ടിക് ആണ് ലോകത്തെ ഏറ്റവും വലിയ ഡെസേർട്ട്, പക്ഷെ അതൊരു പോളാർ ഡെസേർട്ടാണ്, ചൂടല്ല, തണുപ്പുള്ള ഡെസേർട്ടാണ്. ജീവജാലങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. ആർട്ടിക്കും അന്റാർട്ടിക്കുമാണ് ഏറ്റവും വലിയ ഡെസേർട്സ്. അതല്ലാതെ ചൂടുള്ള ഡെസേർട്ട്, സബ്ട്രോപ്പിക്കൽ ഡെസേർട്ടിലെ ഏറ്റവും വലുത് സഹാറയാണ്, നോർത്ത് ആഫ്രിക്ക. രണ്ടാമത് അറേബ്യൻ പെനിൻസുല. പിന്നെ ഗോബി ഡെസേർട്ട്, പറ്റഗോണിയ ഡെസേർട്ട്, ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട്, കലഹാരി ഡെസേർട്ട്. ഇതെല്ലാം മംഗോളിയ, അർജന്റീന, ഓസ്ട്രേലിയ ഭാഗത്ത് കിടക്കുന്നതാണ്. ഈ ടേബിൾ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് ഈ ടേബിൾ നോക്കാം. കണ്ടോ, ഓസ്ട്രേലിയ, നോർത്തേൺ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് സഹാറ, താഴെ കലഹാരി ഡെസേർട്ട്, നമീബ് ഡെസേർട്ട്. ഓക്കെ, ഇനി ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ഡെസേർട്ട് കാണാം. ഗ്രേറ്റ് സാൻഡി ഡെസേർട്ട്, ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട്, സിംസൺ ഡെസേർട്ട് എല്ലാം കാണാം. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ താർ ഡെസേർട്ട്. ഓക്കെ, ഇന്ത്യയുടെ തൊട്ട് മുകളിലുള്ള നോക്കി കഴിഞ്ഞാൽ തക്കലമക്കാൻ ഡെസേർട്ട് കാണാം. മംഗോളിയ ഭാഗത്ത് ഗോബി ഡെസേർട്ട് കാണാം. ഇവിടെ ആർട്ടിക് ഡെസേർട്ട് കാണാം, ആർട്ടിക് ഡെസേർട്ട്. താഴെ അന്റാർട്ടിക് ഡെസേർട്ട് കാണാം. സൗത്ത് അമേരിക്കയുടെ ഏറ്റവും താഴെയായിട്ട് പറ്റഗോണിയൻ ഡെസേർട്ട്, പെറുവിന്റെ ഒക്കെ ഭാഗത്ത് അറ്റക്കാമ ഡെസേർട്ട്. നമ്മുടെ US കൊളറാഡോ പ്ലേറ്റ്യൂലെ ഡെസേർട്ട്, മൊജാവെ ഡെസേർട്ട്, ചിൻഹുവാൻ ഡെസേർട്ട്. യൂറോപ്പില് കാര്യമായിട്ട് ഡെസേർട്ട്സ് ഒന്നുമില്ല, ബാക്കി എല്ലായിടത്തും ഡെസേർട്ട്സ് ഉണ്ട്.
നമ്മൾ പറഞ്ഞു കലഹാരി ഡെസേർട്ട് എവിടെയാ? സൗത്ത് ആഫ്രിക്കയുടെ, ആഫ്രിക്കയുടെ ഏറ്റവും താഴെ. ഗ്രേറ്റ് വിക്ടോറിയൻ ഡെസേർട്ട്, പറ്റഗോണിയ ഡെസേർട്ട് ഇൻ അർജന്റീന, അർജന്റീനയിലെ പറ്റഗോണിയ ഡെസേർട്ട്. മൊജാവയും ഗ്രേറ്റ് ബേസിൻ ഡെസേർട്ട് ഉള്ളത് എവിടെയാ? അത് US-ലാണ്. അറ്റക്കാമ ഡെസേർട്ട് ഇൻ ചിലി. അങ്കോള, നമീബിയ, സൗത്ത് ആഫ്രിക്കയിൽ നമീബ് ഡെസേർട്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമീബ് ഡെസേർട്ട് എവിടെയാണെന്നാണ്. നമീബ് ഡെസേർട്ട് എവിടെയാ? നമീബ് ഡെസേർട്ട് വന്നിട്ട് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയുടെ ഈ ഭാഗത്താണ് നമീബ് ഡെസേർട്ട്. ഓക്കെ, സോ ഞാൻ ബാക്കിയുള്ള ഡെസേർട്ട്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താർ ഡെസേർട്ട് കാണാം ഇന്ത്യ, ടക്ലമക്കാൻ കാണാം ചൈന. ഓക്കെ, ഗിബ്സൺ നമ്മൾ പറഞ്ഞാണ് ഓസ്ട്രേലിയ. ആ ഒരു ഓർഡറിൽ ഗ്രേറ്റ് സാൻഡി വീണ്ടും ഓസ്ട്രേലിയ. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് ഈ പറയുന്ന രണ്ട് ടേബിൾ ഒന്ന് നോക്കി വെക്കുക, ഡെസേർട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ സദേൺ ആഫ്രിക്ക. ഓക്കെ, Gobi Desert separates the border of two countries. One of them is China. Which one is the other? Gobi Desert ചൈനയും അതുപോലെ മംഗോളിയയ്ക്കും ഇടയിലുള്ളതാണ്. ഗോബി ഡെസേർട്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ കാണാം നമുക്ക്. ഗോബി ഡെസേർട്ട് എന്ന് പറയുന്നത് എവിടെയാ? ഈ പറയുന്നതാണ്. അതായത് ചൈനയ്ക്കും ഈ ഏരിയയിലുള്ള മംഗോളിയയ്ക്കും ഇടയിലുള്ളതാണ് ഗോബി ഡെസേർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഗോബി ഡെസേർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈനയ്ക്കും മംഗോളിയയ്ക്കും ഇടയിലാണ്. The Gulf of Bothnia എന്ന് പറയുന്ന ഒരു സ്ഥലം lies between two countries. From one is Finland. Which one is another country? Gulf of Bothnia എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഒന്ന് ഫിൻലൻഡ് ആണ്, അടുത്തത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. Which one of the following water bodies separate Australia and New Zealand? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഇടയിലുള്ള വാട്ടർ ബോഡി ഏതാണ്? സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? കണ്ടോ, ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഇടയിൽ ടാസ്മാൻ സീ ആണ്. ഏതാണ്? ടാസ്മാൻ സീ ആണ്. നമുക്ക് സ്ട്രേറ്റുകൾ നോക്കാം, വേൾഡിലെ സ്ട്രേറ്റുകൾ നോക്കാം. സ്ട്രേറ്റുകൾ എന്താ? രണ്ട് വലിയ ലാൻഡ് ഫോംസിന്റെ ഇടയിലുള്ള ഈ രണ്ട് ലാൻഡ് ഫോംസിന്റെ ഇടയിലുള്ള ഈ ഏരിയനെ നമ്മൾ സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സ്ട്രേറ്റ് ഇസ് എ നാരോ വാട്ടർ വേ ബിറ്റ്വീൻ ടു പീസസ് ഓഫ് ലാൻഡ്, ലാർജ് വാട്ടർ ബോഡീസ് ഓഫ് വാട്ടർ, നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. നമുക്ക് നോക്കാം. മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്നത് ആൻഡമാന്റെയും സൗത്ത് ചൈന സ്ട്രേറ്റിന്റെയും ഇടയിലാണ്. ഓക്കെ, ഇന്തോനേഷ്യ, മലേഷ്യ. പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് പാക് ബേയും ബേ ഓഫ് ബംഗാളിനും ഇടയിലാണ്. സുണ്ട സ്ട്രേറ്റ് ജാവയ്ക്കും അതുപോലെ ഇന്ത്യൻ ഓഷനും ഇടയിലാണ്. ഒണ്ടാരിയോ സ്ട്രേറ്റ് അഡ്രിയാറ്റിക് സീക്കും അയോണിയൻ സീക്കും ഇടയിലാണ്. ബാബൽ മന്ദേപ്പ് റെഡ് സീക്കും ഗൾഫ് ഓഫ് ഏദനും ഇടയിലാണ്. കുക്ക് സ്ട്രേറ്റ് ഏതാണ്? സൗത്ത് പസഫിക് ഓഷനിലാണ്. ഇവിടെ എല്ലാം അതിന്റെ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇറ്റലിക്കും അൽബേനിയക്കും ഇടയിലാണ് ഒണ്ടാരിയോ. മൊസാംബിക്കും മലാഗ്സയ്ക്കും ഇടയിലുള്ളതാണ് ഇന്ത്യൻ ഓഷനിൽ. നോർത്ത് ചാനൽ അയർലൻഡിനും ഇംഗ്ലണ്ടിനും ഇടയിൽ. ഹഡ്സൺ കാനഡയുടെ ഉള്ളിൽ തന്നെയാണ്. ജിബ്രാൾട്ടർ സ്പെയിൻ, മൊറോക്കോ. ഇങ്ങനെ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിന്റെ ഇമേജ് കാണാം. ആദ്യം മലാക്ക സ്ട്രേറ്റ് എവിടെയാണ്? മലാക്ക സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യക്കും മലേഷ്യക്കും ഇടയിലാണ്. ഓക്കെ, ഇത് ഈ പറയുന്ന മലേഷ്യക്കും ഈ ഇന്തോനേഷ്യക്കും ഇടയിലുള്ളതാണ് മലാക്ക സ്ട്രേറ്റ്. ഇന്ത്യൻ ഓഷനിലാണ്. ആൻഡമാൻ സീക്കും സൗത്ത് ചൈന സീക്കും ഇടയിൽ. ഉള്ള ഈ വഴിയാണ്. ഓക്കെ, മലാക്ക സ്ട്രേറ്റ്. പാക് സ്ട്രേറ്റ് നമുക്ക് അറിയാം, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. പാക് ബേയും ബേ ഓഫ് ബംഗാളും ഇതിന് രണ്ടിനും ഇടയിലാണ്. ഓൾറെഡി അറിയാം നമുക്ക്. അടുത്തത് സുണ്ട സ്ട്രേറ്റ് ആർക്കും ഇടയില? ജാവയ്ക്കും ഇന്ത്യൻ ഓഷനും ഇടയിലാണ്. ഇന്തോനേഷ്യയിലെ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലാണ്. ജാവ ആൻഡ് സുമാത്ര ഇന്തോനേഷ്യയിലെ രണ്ട് ഐലൻഡ്സ് ആണ്. അതിന്റെ ഇടയിലുള്ള ഒരു സ്ട്രേറ്റ് ആണ് സുണ്ട സ്ട്രേറ്റ്. ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിൽ, രണ്ടും ഇന്തോനേഷ്യയിലെ രണ്ട് ഐലൻഡ്സ് ആണ്. അടുത്തത് ഒണ്ടാരിയോ സ്ട്രേറ്റ് ഇറ്റലിക്കും അൽബേനിയക്കും ഇടയിലുള്ള സ്ട്രേറ്റ് ആണ് ഒണ്ടാരിയോ സ്ട്രേറ്റ്. ഓക്കെ, ഇവിടെ അയോണിയൻ സീ, ഇവിടെ അഡ്രിയാറ്റിക് സീ. സോ അഡ്രിയാറ്റിക് സീക്കും അയോണിയൻ സീക്കും ഇടയിലുള്ളത്, അല്ലെങ്കിൽ ഇറ്റലിക്കും അൽബേനിയക്കും ഇടയിലുള്ളത്, ഇങ്ങനെയും പഠിക്കാം. അടുത്തത് ബാബൽ മന്ദേബ് സ്ട്രേറ്റ് റെഡ് സീക്കും ഗൾഫ് ഓഫ് ഏദനും ഇടയിലുള്ളതാണ്. റെഡ് സീക്കും ഗൾഫ് ഓഫ് ഏദനും ഇടയിലുള്ളതാണ്. അല്ലെങ്കിൽ യമനും ജിബൂട്ടിക്കും ഇടയിൽ. രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ യമനും ജിബൂട്ടിക്കും ഇടയിൽ, സീ നോക്കുകയാണെങ്കിൽ റെഡ് സീക്കും ഗൾഫ് ഓഫ് ഏദനും ഇടയിലാണ്. ഓക്കെ, അടുത്തത് കുക്ക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഏതിനിടയിലാണ്? ന്യൂസിലൻഡിന്റെ നോർത്തേൺ ഐലൻഡും സൗത്തേൺ ഐലൻഡും. ഇത് ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിന്റെ നോർത്തേൺ ഐലൻഡിന്റെയും സദേൺ ഐലൻഡിന്റെയും ഇടയിലുള്ളതാണ് കുക്ക് സ്ട്രേറ്റ്. ഏതാണ്? കുക്ക് സ്ട്രേറ്റ്.
ഓക്കെ, അടുത്തത് മൊസാംബിക് സ്ട്രേറ്റ്. ഏതെല്ലാം? മൊസാംബിക്കും മലഗസയ്ക്കും ഇടയിലാണ് മൊസാംബിക്കും ഈ മഡഗാസ്കറിനും. ഓക്കെ, മഡഗാസ്കറിനും മൊസാംബിക്കിനും ഇടയിലുള്ളതാണ് ആര്? മൊസാംബിക് സ്ട്രേറ്റ്. അടുത്തത് നോർത്ത് ചാനൽ. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയില? അയർലൻഡിനും ഇംഗ്ലണ്ടിനും ഇടയിൽ. ഓക്കെ, നോർത്ത് അയർലൻഡിനും സ്കോട്ട്ലൻഡിനും ഇടയിൽ. UK തന്നെ നോർത്ത് അയർലൻഡിനും സ്കോട്ട്ലൻഡിനും ഇടയിൽ, അല്ലെങ്കിൽ അയർലൻഡിനും ഇംഗ്ലണ്ടിനും ഇടയിലുള്ളതാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനും ഇടയിലുള്ളതാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഐറിഷ് സീ ആണ്. അടുത്തത് ബെറിംഗ് സ്ട്രേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങൾ, ഏറ്റവും പവറുള്ള രണ്ട് രാജ്യങ്ങളായിട്ടുള്ള US-നും റഷ്യക്കും ഇടയിലാണ് ബെറിംഗ് സ്ട്രേറ്റ്. ഒരു ചോദ്യം ചോദിക്കാം, US-നും റഷ്യക്കും ഇടയിലുള്ള സ്ട്രേറ്റ് ഏതാ? ബെറിംഗ് സ്ട്രേറ്റ് ആണ്. ഓക്കെ, ബെറിംഗ് സീയും ചുക്ചി സീക്കും ഇടയിലാണുള്ളത്. ഓക്കെ, ചുക്ചി സീയും അതുപോലെ തന്നെ ബെറിംഗ് സീക്കും ഇടയിലാണ്. ഓക്കെ, US-നും റഷ്യക്കും ഇടയിൽ. അടുത്ത ബോസ്ഫറസ് സ്ട്രേറ്റ് ടർക്കിക്ക് ഇടയിലാണ്. ടർക്കിയുടെ രണ്ടറ്റം, അതായത് യൂറോപ്പിലെ ടർക്കി യൂറോപ്പിന്റെ ഭാഗത്തുണ്ട്, ഏഷ്യയിലും ഉണ്ട്. ടർക്കി രണ്ട് കോണ്ടിനെന്റിലാണുള്ളത്. ടർക്കി രണ്ട് കോണ്ടിനെന്റിലാണ് കിടക്കുന്നത്. സോ യൂറോപ്യൻ ടർക്കിക്കും ഏഷ്യൻ ടർക്കിക്കും ഇടയിലുള്ള ഒരു സ്ട്രേറ്റ് ആണ് ഇത്? ബോസ്ഫറസ് സ്ട്രേറ്റ്. അടുത്ത ഡാവിസ് സ്ട്രേറ്റ് ഗ്രീൻലാൻഡിനും കാനഡയ്ക്കും ഇടയിലാണ്. ഗ്രീൻലാൻഡിനും കണ്ടോ, ഇത് ഹഡ്സൺ ബേ, ഇത് ഗ്രീൻലാൻഡ്, ഇത് കാനഡ. കാനഡയ്ക്കും ഗ്രീൻലാൻഡിനും ഇടയിലുള്ള സ്ട്രേറ്റ് ആണ് ഇത് ഡാവിസ് സ്ട്രേറ്റ്. ഓക്കെ, അടുത്തത് ഹോർമസ് സ്ട്രേറ്റ്. ഒമാനിനും ഇറാനിനും ഇടയിൽ. ഓക്കെ, ഒമാനിനും അതുപോലെ ഇറാനിനും UAE ഇതിനൊക്കെ ഇടയിലുള്ളതാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. നേരത്തെ പറഞ്ഞ ഹഡ്സൺ ബേ. ഓക്കെ, സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ ഇമ്പോർട്ടന്റ് ആണ്. സ്പെയിനും മൊറോക്കോക്കും ഇടയിൽ. സ്പെയിനും മൊറോക്കോയ്ക്കും ഇടയിലാണ് സ്ട്രേറ്റ് ഓഫ് ഗിബ്രാൾട്ടർ. അടുത്തത് ഇംഗ്ലീഷ് ചാനൽ, ഡോവൽ സ്ട്രേറ്റ്. ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് ഇത് സ്ട്രേറ്റ് ഓഫ് ഡോവർ. ഏതിനൊക്കെ ഇടയിലാ? ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇടയിൽ. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇടയിലാണ് ഇംഗ്ലീഷ് ചാനലും സ്ട്രേറ്റ് ഓഫ് ഡോവറും. അവിടെ കുറെ അറ്റ്ലാന്റിക് സീ എല്ലാം ഉണ്ട്. അറ്റ്ലാന്റിക് സീ, നോർത്ത്, ഈ ഭാഗത്ത് നോർത്ത് സീ ഒക്കെ ഉണ്ട്. ജസ്റ്റ് ആ മാപ്പ് ഒന്ന് ഫോണിൽ എടുത്ത് നോക്കിയാൽ മതി, ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഗൾഫ് ഓഫ് ബോത്നിയ ലൈസ് ബിറ്റ്വീൻ ടു കൺട്രീസ്. ഫിൻലാൻഡും പിന്നെ ആരാണ്? പിന്നെ സ്വീഡനുമാണ്. നോക്കി വെച്ചേക്കുക, ഫിൻലാൻഡും സ്വീഡനും ഇടയിലുമാണ് ഗൾഫ് ഓഫ് ബോത്നിയ വരുന്നത്. ഇനി ന്യൂസിലൻഡിനെയും ഓസ്ട്രേലിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? അത് ടാസ്മാൻ സീ ആണ്. ഏതാണ്? ടാസ്മാൻ സീ ആണ്, ഓർത്തു വയ്ക്കുക. ഓക്കെ, ലോങ്സ്റ്റ് റിവർ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും വലിയ റിവർ ഏതാ? നമുക്ക് നോക്കാം, ഓരോ കോണ്ടിനെന്റ് വെച്ച് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റിവർ ആണ് യാങ്സി റിവർ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ റിവർ ആണ് നൈൽ റിവർ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ റിവർ ആണ് മിസോറി മിസിസിപ്പി റിവർ സിസ്റ്റം. സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ റിവർ ആണ് ആമസോൺ റിവർ. യൂറോപ്പിലെ വോൾഗ റിവർ. ഓസ്ട്രേലിയയിലെ മുറേ റിവർ. സോ ഇവിടുത്തെ ചോദ്യം എന്താ? യൂറോപ്പിലെ ഏറ്റവും വലിയ റിവർ വോൾഗ റിവർ. ഇനി ബാക്കി ഇമ്പോർട്ടന്റ് റിവേഴ്സ് ഏതാ? ഏഷ്യയിലെ ഏറ്റവും വലിയ റിവറുകളിൽ ബാക്കിയുള്ളത് ഇൻഡസ് വലിയ റിവർ ആണ്, ഗംഗ വലിയ റിവർ ആണ്, ചൈനയിലെ മെക്കോങ് വലിയ റിവർ ആണ്, റഷ്യയിലെ അമൂർ വലിയ റിവർ ആണ്. അതുപോലെ ആഫ്രിക്കയിലെ കോങ്കോ, നൈഗർ, സാംബസി, ലിംപോപ്പോ, ഓറഞ്ച്. നോർത്ത് അമേരിക്കയിലാണ് യുക്കോൺ റിവർ, റിയോ ഗാൻഡെ റിവർ, സെന്റ് ലോറൻസ് റിവർ, കൊളറാഡോ റിവർ. ഇങ്ങനെ ഞാൻ എല്ലാ റിവറുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഈ ഭാഗം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ റിവർ യാങ്സി റിവർ ആണ്. ആഫ്രിക്കയിലെ നൈൽ റിവർ, നോർത്ത് അമേരിക്കയിലെ മിസിസിപ്പി മിസോറി റിവർ, അതുപോലെ സൗത്ത് അമേരിക്കയിൽ നമ്മുടെ ആമസോൺ റിവർ, യൂറോപ്പിൽ വോൾഗ, ഓസ്ട്രേലിയയിൽ മുറേ റിവർ. ഓക്കെ, ഓർത്തു വെച്ചേക്കുക. സോ ഇതിന്റെ ആൻസർ വോൾഗ റിവർ. സോ ഇത്രയാണ് നമുക്ക് വേൾഡ് മാപ്പിംഗിൽ ഉണ്ടായത്. നമ്മൾ ഇന്ത്യൻ മാപ്പിംഗും വേൾഡ് മാപ്പിംഗും ഗ്രൂപ്പ് ഡിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ മുകളിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ കൂടെ നോക്കുക. NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. ഗ്രൂപ്പ് ഡി NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിംഗ് ഫുള്ള് കവർ ആവും. സോ ഗ്രൂപ്പ് ഡിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഗ്രൂപ്പ് ഡിയുടെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ നോട്ടിലേക്ക് വാല്യൂ ആഡ് ചെയ്യുക, നോട്ടുകൾ വായിച്ചുകൊണ്ടേയിരിക്കുക, നോട്ടിൽ റിവിഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക. പരീക്ഷയുടെ അന്ന് വരെ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ഷോർട്ട് നോട്ടിലും നിങ്ങൾ പെട്ടെന്ന് പരീക്ഷയ്ക്ക് മുന്നേ കയറാൻ നേരത്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് തന്നെ പോവാം. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.